ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്കൊരു റേസിംഗ് കരിയർ ഉണ്ടാക്കണം എന്നുള്ള ഒരു സംഭവം മൈൻഡിനകത്തുണ്ട്. നിങ്ങൾ ബൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്, ഭയങ്കര സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു റേസിംഗ് കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നല്ല ലെങ്തി ഒരു വീഡിയോ ആകാൻ പോവുകയാണ്. നല്ല പേഷ്യൻസോടെ ഈ ഒരു വീഡിയോ കാണുക. ആ ഒരു പേഷ്യൻസ് പോലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്കകത്ത് തരാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റേസിങ്ങിന് പറ്റിയ ഒരാളല്ല. അതെ, ഇന്ന് തന്നെ മറ്റേ പിണ്ടം വെക്കാനോ എന്തോ ഒരു സംഭവം പറയുമല്ലോ, പടിയടച്ച് പിണ്ടം വെച്ചേക്കുക റേസിംഗ് ആഗ്രഹങ്ങളോട്. അതെ, അതങ്ങ് മാറ്റി വെച്ചേക്കുക. സോ ഞാനിന്ന് ഇവനോട് ഇൻഡെപ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ A to Z, എത്രത്തോളം പൈസ ചിലവ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ റേസിംഗ് സേഫ്റ്റീസ് എല്ലാം പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. സോ സമാധാനത്തോടെ കസേരയൊക്കെ എടുത്ത് ഇരുന്ന് കേട്ടോ വിശദമായി. ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം, ലൈക്ക് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ എനിക്കൊന്ന് റേസിംഗിൽ അറ്റൻഡ് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയവർ മാത്രം കണ്ടാൽ മതി ഈ വീഡിയോ. അവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. മേ ബി നിങ്ങൾ റേസിംഗ്സിനെ പറ്റിയിട്ട് ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടേക്കാം, പക്ഷെ അതെല്ലാം ചെതറി കിടക്കുന്ന ഇൻഫർമേഷൻസ് ആണ്. സോ എല്ലാത്തിനും കൂടെ കളക്റ്റീവായിട്ട് ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫസ്റ്റിലെ ഒരു ഡിസ്ക്ലെയിമർ പറയാം, ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ വലിയ നാഷണൽ ലെവൽ പ്രൊഫഷണൽ റേസർ ഒന്നും അല്ല. പക്ഷേ അത്യാവശ്യം ഇതിനെ പറ്റിയിട്ട് ഒരു സാധാരണക്കാരിൽ നിന്ന് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയ ഒരാളെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ആ ഫസ്റ്റ് സ്റ്റെപ്സ് വെക്കേണ്ടതെന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് നിങ്ങളോട് പറഞ്ഞാൻ സാധിക്കും. ഒരുപാട് മുന്നോട്ട് കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ചെറിയ ഐഡിയ തരാൻ പറ്റും. ലൈക്ക് റേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, ഇരിക്കുന്ന ഒരു ഇരിപ്പിൽ പെട്ടെന്ന് പോകാൻ പറ്റിയ അത് ഇന്നുകൊണ്ട് നടക്കത്തില്ല, കുറച്ച് സമയം എടുക്കും അത്. അപ്പം അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലാണ്ട് ഇവർ റേസിംഗ് ടിപ്സോ നിങ്ങൾക്ക് മാർക്കസിനെ പോലെ എങ്ങനെ ഓടിക്കാം അതൊന്നും അല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഒരു ഫ്രം ലൈക്ക് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഓടിക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും പറയാൻ പോകുന്നത്. അങ്ങനെയുള്ളവർ മാത്രമാണ്, അല്ലാത്തവർക്ക് ഇപ്പം തന്നെ പോയേക്കാം, ഒരു നിർബന്ധമില്ല. 100 പേരെങ്കിൽ 100 പേര് കണ്ടാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇതാണ്, ഇതിനകത്ത് എങ്ങനെ ഏജ് കാറ്റഗറി കാര്യങ്ങൾ എന്തോ ആണ്, എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ എങ്ങനെ തുടങ്ങുന്നത്, എത്രാം വയസ്സ് തൊട്ട് എനിക്ക് റേസിംഗ് പരിപാടിയിലൊക്കെ കയറാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരുന്നത് എപ്പോഴാണ്, നമ്മൾ വേറൊരാൾ വണ്ടി റേസിംഗ് ട്രാക്കിൽ ഓടിക്കുന്നത് കാണുമ്പോഴും മോട്ടോ GP കാണുമ്പോഴും ഒക്കെ നമുക്ക് തോന്നാം. അല്ലെ നമുക്കിപ്പോൾ നിനക്കിപ്പോൾ ചിലപ്പോൾ ഞാൻ ഓടിക്കുന്നത് കാണുമ്പോൾ നിനക്ക് തോന്നാം, അയ്യോ അവൻ ഓടിക്കുന്നല്ലോ, എന്നാൽ എനിക്ക് ഓടിച്ചാൽ കൊള്ളാം, എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് അറിയാൻ. ഇതാണ് ഒരു ബേസിക് ഒരാൾ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. നീ ഇപ്പോൾ ചോദിച്ചത് സെയിം സാധനമാണ്. ആക്ച്വലി റേസിംഗിന് ഇറങ്ങാൻ പ്രായമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രായമുണ്ട്. ഒന്ന് നമ്മൾ അറിയേണ്ടത്, ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് ഈ റേസിംഗിൽ എന്ന് പറയുന്നതിൽ. അതിൽ ഓരോ ചാമ്പ്യൻഷിപ്പ് ഓരോ കാറ്റഗറി. ഇപ്പം നിനക്കിപ്പം 150 സ്റ്റോക്ക് കാറ്റഗറി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നീ 21 വയസ്സ് അല്ലെങ്കിൽ ആ ഒരു ഏജ് കാറ്റഗറി വരുന്ന ഒരാളായിരിക്കണം. 21 വയസ്സ് വരണം. ഒരു 17 to 21 ഇയേഴ്സ് 25 ഇയേഴ്സിനുള്ളിലുള്ളവർക്കാണ് ഈ 150 സ്റ്റോക്ക് കാറ്റഗറി പറ്റത്തില്ല. 25 ഇല്ല, 21 അതിന്റെ ഏജ്. എനിക്കിനി പറ്റത്തില്ല, അത് നിനക്ക് ഇനി പറ്റത്തില്ല. നമുക്കിനിയുള്ളത് 300 to 400 സ്റ്റോക്കാണ്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ ഈ സർക്യൂട്ട് റേസിംഗിൽ ആക്ച്വലി നമുക്ക് മെയിനായിട്ട് ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നത് ഈ 300 to 400 വരെ പ്രോ സ്റ്റോക്ക് കാറ്റഗറിയിലാണ്. അതാണ് ഏറ്റവും ഒരു പിനക്കിൾ ഓഫ് റേസ് എന്ന് നമുക്ക് പറയാം. ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യയിൽ അവിടെ വരെ ഉള്ളൂ ഇപ്പം തൽക്കാലം. ഓൺ പേപ്പർ അതിന് മേളിലുണ്ട് 600cc എഴുതിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ നടത്തുന്നത് ഇവിടെ വരെയുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ രാജ്യത്തെ ഉള്ള ആളുകൾക്ക് റേസിംഗ് ടീമിനല്ല അവിടെ വരെ ഇപ്പൊ കേപ്പബിൾ ആയിട്ടുള്ളൂ. മോട്ടോ GP എന്ന് പറയുന്ന സ്വപ്നം കാണാനേ പറ്റത്തില്ല. ആ സ്വപ്നമൊക്കെ നമുക്ക് കാണാൻ, നമുക്ക് അതുപോലെ ആ മറ്റു രാജ്യങ്ങളിലെ ആളുകൾ കിട്ടുന്ന ഒരു സപ്പോർട്ടും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ വേണം. അത് നമുക്കില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. നീ നാളെ നിന്റെ വീട്ടിലൊന്ന് പറയത്തെ എനിക്ക് റേസിംഗിന് ഇറങ്ങണം, ചെരുപ്പും പാടലും ഒക്കെ ഏത് ഇപ്പം എന്റെ അച്ഛൻ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ? നിന്റെ അച്ഛൻ മാത്രം സപ്പോർട്ട് ചെയ്ത കാര്യമില്ല, ഫുൾ സിസ്റ്റമേ അതിനെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു കൾച്ചറേ ഇല്ല. ഗവൺമെന്റ് പോലും ഈ ഒരു സ്പോർട്ടിനെ കാണുന്നത് ഒരു ഗാംബ്ലിംഗ് പോലോ അല്ലെങ്കിൽ ഒരു ലക്ഷറി സംഭവമായിട്ടാണ്. അതിന് ഒരു സ്പോർട്സ് കാറ്റഗറി പോലും ഇതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു തട്ടിപ്പോയി അറിയാലോ. അപ്പം അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ഇല്ല. ക്രിക്കറ്റോ ഫുട്ബോളോ പോലെ നിനക്ക് ഒരു ബാറ്റും മടലും കൊണ്ട് ഇറങ്ങിയാൽ നടക്കുന്ന പരിപാടിയല്ല ഇതൊന്ന്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്പോർട്ടാണ്. 2, ഈ പറഞ്ഞ സപ്പോർട്ടും ഒരു അക്സെപ്റ്റൻസിയും അത്രയില്ല. കുറച്ച് ഗ്രൂപ്പ് ഓഫ് എന്തൂസിയാസ്റ്റുകൾ ചേർന്ന് ആണ് ഈ റേസിംഗ്സ് എല്ലാം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ ഇന്ത്യ നടത്തുന്ന ബോഡീസാണ് FMSCയും MMSC. അതായത് MMSC എന്ന് പറഞ്ഞാൽ മദ്രാസ് മോട്ടോർ സ്പോർട്സ് ക്ലബ്ബാണ്. ഒരു ഇന്ത്യയിലെ വൺ ഓഫ് ദ സീനിയർ ക്ലബ്സ് ആണ്. അവരുടെയാണ് MMRT ട്രാക്കും കാര്യങ്ങളൊക്കെ. അവരപ്പം നടത്തുന്നത് 400cc കാറ്റഗറി അവിടെ വരെയാണ് അവിടെ നടക്കുന്നത്. ഒരു ചാമ്പ്യൻഷിപ്പായിട്ട് നടക്കുന്നത് അത്ര വരെയുള്ളൂ. കാരണം അത്ര വരെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാനും അത് ഫീസിബിൾ ആവുന്നുള്ളൂ. എന്നിട്ട് തന്നെ ഒരു വണ്ടിക്ക് 25 ലക്ഷം 30 ലക്ഷം രൂപ വരെയൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത് പ്രോ സ്റ്റോക്കിലെ. അപ്പം നീ ആലോചിച്ച് നോക്കാം, ഒരു സിംഗിൾ സിലിണ്ടർ അല്ലെങ്കിൽ ട്വിൻ സിലിണ്ടർ 400cc മോട്ടോർ സൈക്കിളിനാണ്. അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിലും ഹ്യൂജ് എക്സ്പെൻസ് വരുന്നുണ്ട്. അതിനനുസരിച്ചൊരു ഔട്ട്കം അതിന് ആർക്കും കിട്ടത്തില്ല. ഇല്ല, അതിപ്പോ പറയില്ല, അതൊക്കെ സസ്പെൻസ് ഉള്ള കാര്യമാണ്. സസ്പെൻസ് ആണ്. നീ ഇത് പറഞ്ഞതാ, ഇത് എങ്ങനെ ഞാൻ അപ്പൊ എന്റെ ബിൽഡ് ചെയ്യണം, കരിയർ അല്ല, ഞാൻ എങ്ങനെ കയറുന്നതിന് മുമ്പ് നീ ആദ്യം ഫീൽഡ് മനസ്സിലാക്കണം. ഇതാണ് സിറ്റുവേഷൻ. ഇതൊന്നും നിന്റെ തലയിലില്ല. നിനക്ക് നീ ചാമ്പ്യൻഷിപ്പും ഒന്നും ഓടിക്കണ്ട, ജസ്റ്റ് എനിക്കൊന്ന് ട്രാക്കിൽ ഓടിച്ചാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് റേസ് ചെയ്താൽ മതി.
ആദ്യത്തെ സ്റ്റെപ്പ് നീ ചെയ്യേണ്ടത് ഒരു അക്കാഡമിയിൽ പോയിട്ട്, അതായത് ട്രാക്ക് റൈഡിങ് പഠിപ്പിക്കുന്ന അക്കാഡമീസ് ഉണ്ട് ഇന്ത്യയിൽ ഇഷ്ടം പോലെ. ഏതെങ്കിലും ഒരു നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള അക്കാഡമിയിൽ പോയിട്ട് ലെവൽ 1 ലെവൽ 2 ട്രെയിനിങ് അവർ പ്രൊവൈഡ് ചെയ്യും. ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. ബേസിക്കലി ലെവൽ 1 ലെവൽ 2 ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു ട്രാക്കിൽ ബിഹേവ് ചെയ്യേണ്ടത്, ട്രാക്കിൽ നിയമങ്ങൾ എങ്ങനെയാണ്, ട്രാക്കിൽ എങ്ങനെയാണ് ഒരു ബൈക്ക് നമ്മൾ ഓടിക്കേണ്ടത്, ഇതാണ് ബേസിക്കലി അവർ പഠിപ്പിക്കുന്നത്. L1 L2 തിയറിറ്റിക്കലി പഠിപ്പിക്കും, പ്ലസ് ട്രാക്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. സീറ്റ് ടൈമും കിട്ടും. സീറ്റ് ടൈം എന്നാണ് അതിന് പറയുന്നത്. നമുക്ക് ട്രാക്കിൽ ഓടിക്കാൻ കിട്ടുന്ന സെഷൻസിന് സീറ്റ് ടൈം എന്നാണ്. മോർ ദ സീറ്റ് ടൈം യു ഹാവ്, അത്രയ്ക്ക് നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ട്രാക്കിൽ ഓടിക്കുക എന്ന് പറയുമ്പോൾ അതെന്തോ നമ്മൾ വെറുതെ റോഡിൽ ഓടിക്കുന്ന പോലെ അല്ല. അല്ല ശരി, ട്രാക്കിൽ ഓടിക്കുന്നതിന് നമ്മൾ റോഡിൽ ഓടിക്കുന്നതിനേക്കാളും ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. ഓപ്പോസിറ്റ് വണ്ടി വരുന്നില്ലല്ലോ, അപ്പോൾ മര്യാദയ്ക്ക് അങ്ങനല്ല, ഒരിക്കലും അല്ല. ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി വരുന്നില്ല, ഇടയ്ക്കൊന്നും ആടി ചാടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ട്രാക്കിൽ അതിൻ്റെതായിട്ടുള്ള കുറേ നിയമങ്ങളുണ്ട്. അതും ഈ നിയമങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, FIM ഉണ്ടാക്കിയ നിയമങ്ങളാണ്. ഇന്റർനാഷണൽ ബോഡിയാണത്, അല്ലെങ്കിൽ ഈ MotoGP ഒക്കെ നടത്തുന്ന ടീമാണ്. അവർ ഉണ്ടാക്കിയ നിയമങ്ങളാണ്. അത് എല്ലാ ട്രാക്സിലും അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. അത് പാലിച്ചേ പറ്റത്തുള്ളൂ, സ്ട്രിക്ട്ലി പാലിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മൾ റോഡിൽ പോയി വീഴുന്നതല്ല, ഇത് ഹൈ സ്പീഡ് ക്രാഷുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡാമേജ് ഭയങ്കരമാണ്. അപ്പോൾ അതിനെ കുറച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുണ്ടാക്കിയ നിയമങ്ങളാണ് ഇതൊക്കെ. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ലൈക്ക് ട്രാക്കിൽ നീ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് വേറൊരു മാർഗ്ഗമില്ല. പക്ഷേ നമ്മൾ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് ഹൈ സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നീ എൻ്റെ ഇടയ്ക്ക് സൈഡിലോട്ട് നോക്കത്തില്ല, ആരെങ്കിലും കയ്യും കാലും കാണിച്ചാൽ വിളിച്ചു പോയാൽ ഒന്നുമില്ല. സോ ഫ്ലാഗ്സ് വെച്ചായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓരോ ടേണിൻ്റെ അടുത്ത് ഫ്ലാഗ് പോസ്റ്റ് ഉണ്ടാവും. ആ ഫ്ലാഗ് പോസ്റ്റിൽ മാർഷൽസ് നിന്ന് ഫ്ലാഗ് കാണിക്കും. അത് വെച്ചിട്ടാണ് ഫ്ലാഗ് മനസ്സിലാക്കുക. ബേസിക്കലി അവർ അത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫ്ലാഗ്സ്, അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു ഫ്ലാഗും കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. എങ്ങനെയാണ് ട്രാക്കിൽ ഇപ്പം ഒരു കോർണറിലോട്ട് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, കോർണർ കമ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കോർണർ എക്സിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒരു റൈഡറെ എങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യേണ്ടത്, ഏത് ലൈനാണ് യൂസ് ചെയ്യേണ്ടത്, എല്ലാം പഠിപ്പിച്ചു തരും. അത് സേഫ് ആയിട്ട്. പിന്നെ നിന്റെ കയ്യിലാണ്, നിന്റെ സ്കിൽ അനുസരിച്ച്, നിന്റെ സ്പീഡ് അനുസരിച്ച് ബേസിക് മാനറിസം എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പഠിപ്പിച്ചു തരുന്നത്. തോന്നിവാസം കാണിക്കാൻ പറ്റത്തില്ല ട്രാക്കിൽ ഇറങ്ങി, അത് സമ്മതിക്കുന്നില്ല. ചാൻസ് ഇങ്ങനെ ഒന്ന് പഴപ്പേട് കാണിച്ചാൽ അതിനുള്ള പെനാൽറ്റീസ് നിനക്ക് കിട്ടും. റേസിലാണെങ്കിൽ ഭയങ്കര പെനാൽറ്റീസ് ആയിരിക്കും. ലൈക്ക് നീ ട്രെയിനിങ് സെഷൻസിൽ അവർ ചിലപ്പോൾ നിന്നെ വഴക്ക് പറയായിരിക്കും, 2 പുഷപ്പ് വരുമായിരിക്കും, അങ്ങനത്തെ. ലൈക്ക് അത് അവരുടെ ഒരു ഇതാണ്. പക്ഷെ ലൈക്ക് ഓരോ സ്കൂളാണോ അത് പഠിപ്പിക്കുകയാണ്, നീ പഠിക്കുകയാണ് അവിടെ ഒരു പുതിയ സാധനം. നീ എത്ര വയസ്സുള്ള ഒരാളാണെങ്കിലും 60 വയസ്സുള്ള ആൾക്കാരും അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ അവർ നിന്നെ ആ 60 വയസ്സുള്ള ആളെ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു 17 വയസ്സോ 20 വയസ്സോ 25 വയസ്സോ 30 വയസ്സുള്ള ഒരാളായിരിക്കും. വഴക്ക് പറയും. കാരണം അത് നീ ഡിസിപ്ലിൻഡ് ആയിരിക്കണം ട്രാക്കിൽ ഓടിക്കുന്ന ഒരാൾ. നിനക്ക് റോഡിൽ കാണിക്കുന്ന തോന്നി സൂപ്പർ ലിറ്റർ ക്ലാസ് വെഹിക്കിൾ ഓടിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് ആ അഹങ്കാരമൊക്കെ മാറ്റി അതാണ് കാട് കയറിപ്പോന്നു. പറഞ്ഞു കൊടുക്കണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് L1 L2 ട്രെയിനിങ്. ആ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഏത് ട്രാക്കിൽ വേണേലും ഓടിക്കാം. പിന്നീട് ലൈസൻസിന്റെ ആവശ്യമില്ല. എല്ലാവരുടെ ഒരു ഇതാണ്, എനിക്ക് റേസ് ലൈസൻസ് ഉണ്ടായാലും എനിക്ക് എല്ലാം കാണിക്കാം, അങ്ങനെ അല്ലാതെ. റേസ് ലൈസൻസ് അല്ല, ബേസിക് ലൈസൻസ് വേണം. ബേസിക് 2 വീലർ ലൈസൻസ് പോലും നിനക്ക് വേണ്ട ട്രാക്കിൽ ഓടിക്കാം. എന്തിനാണ്? നീ ഇപ്പോൾ അണ്ടർ 18 ഏജ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിന്റെ ഗാർഡിയനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഗാർഡിയന്റെ സൂപ്പർവിഷനിൽ നിനക്ക് പരിപാടി നടക്കും. അപ്പോൾ അതാ ഞാൻ ചോദിച്ചത്, അപ്പോൾ എനിക്ക് എത്രാമത്തെ വയസ്സ് നിനക്ക് എണ്ണിച്ച് നടക്കാൻ പറ്റുന്ന പ്രായത്തിൽ വേണമെങ്കിലും റേസിംഗ് തുടങ്ങാം. അങ്ങനെയാണ് പുറത്തൊക്കെ. അതുകൊണ്ടാണ് മാർക്കസും ആ ടീമും ഒക്കെ ഇത്ര ബ്രില്യൻ റൈഡേഴ്സ് ആവുന്നത്. അപ്പോൾ അവർ വേറൊന്നും പഠിക്കും. അവരുടെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇതാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ സിസ്റ്റംസ് ഉണ്ട്, ഇഷ്ടം പോലെ ട്രാക്കുകളുണ്ട്. അവരുടെ പേരൻസ് അതുപോലെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് ഇംഗ്ലീഷ് പോലും പഠിക്കണ്ട. ഒറ്റ കാര്യമുള്ളൂ, നീ ഒറ്റ കാര്യത്തിൽ എക്സൽ ചെയ്യുന്ന അതാണ് നീ. നമ്മുടെ രാജ്യത്ത് അത് നടക്കത്തില്ല. നിനക്ക് നിന്റെ ബേസിക് അത് നല്ല കാര്യമാണ്. ലൈക്ക് ബേസിക് എഡ്യൂക്കേഷൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ അങ്ങനല്ല. പക്ഷേ ഈ കുഞ്ഞിലെ മുതലേ നമ്മളെ അതിലേക്ക് റേസിംഗ് ഒരു കരിയർ ആയിട്ട് ആരും കാണാറില്ല. ഇറ്റ്സ് എ ഹോബി, ഇറ്റ്സ് എ പാഷൻ ഇൻ ഇന്ത്യ. കണ്ടിട്ടുള്ള ഹരിത് നോവ നമുക്കറിയാവുന്ന ഇന്റർനാഷണലി പോയിട്ട് പേരെടുത്തിട്ടുള്ള ഹരിത് നോവ, പിന്നെന്താ സർക്യൂട്ട് റേസിംഗിലാണെങ്കിൽ തന്നെ അവിടെ ഓൾവിൻ സേവിയർ ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ളത്. നല്ല ഇഷ്ടം പോലെ ബ്രില്യൻ റൈഡേഴ്സ് ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ അവരുടെ സ്കിൽസ് ലൈക്ക് ഏജ് വലിയൊരു ഘടകമാണ് റേസിംഗിൽ. ആക്ച്വലി നീ എത്രയും യങ് ആയിട്ട് നീ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നു അത്രയും ബെറ്റർ ആയിരിക്കും. നമ്മുടെ ഇതിന്റെ കോച്ച് അനീഷ് ഷെട്ടി, അതാണ് ഞാൻ പറഞ്ഞത്. റേസ് മാത്രമല്ല, സ്കൂട്ടർ അങ്ങനത്തെ ഉള്ള കാറ്റഗറി ഫുള്ള് ചാമ്പ്യൻഷിപ്പ് അടിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്, അതും പുറത്തു പോയിട്ടൊക്കെ. അപ്പം അവർക്കൊക്കെ കുറച്ചും കൂടെ നേരത്തെ ഇതിലോട്ട് ഇറങ്ങിയിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞാൽ ഈ MotoGP വരെയൊക്കെ എത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നമ്മുടെ ഈ സിസ്റ്റംസും നമ്മുടെ ഈ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെയാണ് അവരെ ലിമിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്ന അച്ഛന്മാരോ അല്ലെ പേരൻസ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പറ്റത്തില്ല. അവർക്ക് ഇപ്പം പിന്നെയും കുറച്ചും കൂടെ ബെറ്റർ ആകുന്നുണ്ടോ. ലൈക്ക് ഇപ്പം ഏറ്റവും റീസെന്റ് കാര്യം പറഞ്ഞാൽ ഹീറോയുടെ വിദ ഇലക്ട്രിക് ഒരു ഡേർട്ട് ബൈക്ക് അവർ കാണിച്ചത് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. അത് ഫ്രം ദ ഏജ് ഓഫ് ലൈക്ക് 8 തൊട്ട് 12-15 വരെയുള്ള പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ് അത്. അതെന്ന് പറയുന്നത് ഇതിനെ പുഷ് ചെയ്യാനും വേണ്ടി അവർ മാനുഫാക്ചർ എടുത്തൊരു സ്റ്റെപ്പാണ്. അതുപോലെ ഇനിയും വരും നമ്മുടെ നാട്ടിൽ. കാരണം ഇപ്പം കുറച്ചുകൂടെ മോട്ടോർ സ്പോർട്സിനൊരു അംഗീകാരം കിട്ടി, ആളുകൾ ബോധവൽക്കരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ബെറ്റർ ആയി വരത്തേ ഉള്ളൂ. പക്ഷെ എന്നാലും നീ അടുത്തെങ്കും ഇപ്പൊ MotoGP പോക്കളെ
ആ ഒരു ചിന്ത വേണ്ട. അത് സമയം എടുക്കും, ഡെവലപ്പായി വരും. പക്ഷേ ഫാസ്റ്റർ ആയിട്ടുണ്ട്. ഏജ് അങ്ങനെയാണ്, ഏജിന്റെ പരിപാടി അങ്ങനെയാണ്. നിനക്ക് എത്രയും യങ് ആയിട്ട് ഇറങ്ങാമോ അത്രയും ബെറ്റർ ആണ്. നിനക്ക് ഇനി പ്രായമായെന്ന് പറഞ്ഞാൽ നിനക്ക് അയ്യോ എനിക്ക് പ്രായമായി പോയല്ലോ മാറാമല്ലോ, അതിന്റെ ആവശ്യമില്ല. നിനക്ക് ട്രാക്കിൽ ഓടിക്കുന്നതിന് അങ്ങനെ പ്രായമൊന്നുമില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പ്രായം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രായം വരെ നിനക്ക് വണ്ടി, അത് ഞാൻ പറഞ്ഞു, നിനക്ക് എണ്ണിച്ച് നടക്കാനും വണ്ടി ഓടിക്കാനും പറ്റുന്ന സിറ്റുവേഷൻ ഏജ് ആയിട്ട് ഒരു വിഷയമില്ല. അപ്പൊ എനിക്ക് അല്ല, നമുക്കൊരു 30-35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ചാമ്പ്യൻഷിപ്പിന് മാത്രമേ ഉള്ള പ്രശ്നം വരുന്നത്. ഓക്കെ, ചാമ്പ്യൻഷിപ്സിൽ ഏജ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ചില ചാമ്പ്യൻഷിപ്പിൽ 30 കഴിഞ്ഞവർക്ക് പറ്റത്തില്ല. ഇപ്പൊ പ്രോ സ്റ്റോക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് എത്ര പ്രായമാണല്ലോ ഓടിക്കാം, അങ്ങനത്തെ സീനൊന്നുമില്ല. ഏത് കാറ്റഗറിയിലാണോ അതിനനുസരിച്ച്. പക്ഷേ ബേസിക്കലി ട്രാക്കിൽ വണ്ടി ഓടിക്കുന്നതിന് നിനക്ക് അങ്ങനെ ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല. എത്ര പ്രായം ഉണ്ടെങ്കിലും നിനക്ക് ബേസിക് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അക്കാഡമി ട്രാക്ക് ലീസിന് എടുത്ത് ഇതുപോലെ ഇവന്റ് ട്രാക്ക് ഡേ ഇവന്റ്സ് നടത്തുന്ന സമയത്ത് നിനക്ക് അവർക്ക് പേ ചെയ്തിട്ട് അവിടെ പോയി നിന്റെ വണ്ടി ഓടിക്കാം. നിന്റെ വണ്ടിയോ റെന്റിന് എടുത്തോ എങ്ങനെ വേണമെങ്കിലും ഓടിക്കാം. അപ്പൊ ഇനിയിപ്പം അതിലേക്കാണ് വണ്ടിയും ഗണ്ടിയും ഒക്കെ എവിടെയാണെന്നുള്ളത്. ഓക്കെ, അപ്പം L1 L2 നീ കംപ്ലീറ്റ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ചില അക്കാഡമീസ് വണ്ടി പ്രൊവൈഡ് ചെയ്യും. ഇപ്പം റോയൽ എൻഫീൽഡ് GT ട്രാക്ക് എന്നൊക്കെ. ഇതിന്റെ കൂട്ടത്തിൽ ഇത് എക്സ്പെൻസസും കൂടെ ഒന്ന് പറഞ്ഞതാ. ഈ വരാം. അത് ഞാൻ പറഞ്ഞു. ഓക്കെ, L1 L2 എടുക്കണം എന്ന് മനസ്സിലായി. ഇനി അത് എങ്ങനെ എടുക്കും എന്നുള്ള സാധനം ഞാൻ പറയാം. ഈ ഏതെങ്കിലും ഒരു അക്കാഡമിയെ സമീപിക്കുക. അക്കാഡമീസ് എന്ന് പറയുമ്പോഴും അവർ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറൻസ് ആയിക്കൊണ്ടിരിക്കും. അവർ വാങ്ങിക്കുന്ന പേയ്മെന്റ് അനുസരിച്ച് ചിലരുടെ ഇതിനകത്ത് ഏറ്റക്കുറച്ചിലുകളും കാര്യങ്ങളൊക്കെ വരും. അതിലൊന്ന് ഇപ്പം നിനക്ക് ഒട്ടുമിക്ക അക്കാഡമീസും അങ്ങനെ വണ്ടി പ്രൊവൈഡ് ചെയ്യാറില്ല. അവർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, വണ്ടിയും ഗിയേഴ്സും പ്രൊവൈഡ് ചെയ്യത്തില്ല. അത് നീ റെന്റ് ഔട്ട് ചെയ്യേണ്ടി വരും. മേ ബി അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവും. എൻ്റെ ഒരു ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ. അത് മസ്റ്റ് ആണ്. അത് നീ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. ഡബിൾ ഡീറിംഗ് ഉള്ളത്, അകത്ത് വൈസർ ഇല്ലാത്ത സാധനം. അതെ. അപ്പോൾ NSK പറ്റത്തില്ല. NSK പറ്റാൻ സാധ്യത കുറവാണ്. മേ ബി ട്രെയിനിങ്ങിന് അവർ സമ്മതിക്കായിരിക്കും, റേസിന് അത് പറ്റത്തില്ല. ട്രെയിനിങ്ങിന് ഡബിൾ ഡിയും EC സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ നിനക്ക്. അപ്പം അത് നീ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അത് അവർ തരത്തില്ല. റെന്റ് ഔട്ടും ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ തന്നെ ആയിരിക്കണം. സൂട്ട്, ബൂട്ട്, ഗ്ലൗസ് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് ഓരോ അക്കാഡമീസ്, ചില അക്കാഡമീസ് പ്രൊവൈഡ് ചെയ്യും. ഞങ്ങളിലുണ്ട്, നിങ്ങൾക്ക് റെന്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തരാം. ഈ സൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടുന്ന ആ ജാക്കറ്റും പാന്റും അല്ല, പറ്റത്തില്ല. ഫുൾ 1 പീസ് ലെതർ സൂട്ട് മനസ്സിലാക്കുക. 1 പീസ് ലെതർ സൂട്ട് ട്രാക്കിൽ അലൗഡ് ഉള്ളൂ. നമ്മൾ ഇട്ടേക്കുന്നത് കൊണ്ടൊന്നും ഓടിക്കാൻ. ഇപ്പോൾ ചിലയിടത്തൊക്കെ സമ്മതിക്കായിരിക്കും. ഗോകാ ട്രാക്കിലൊക്കെ ചെറിയ ട്രാക്കിൽ ചെറിയ സ്പീഡ്സ് ലൈക്ക് അതും വേണം എന്നാണ് ട്രാക്കിൽ ഇറങ്ങും. പക്ഷേ ഗോകാ ട്രാക്കിൽ അപ്പോൾ ഈ പറയുന്ന പോലെ ലെവൽ 1 ലെവൽ 2 ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. ലെവൽ 1 ലെവൽ 2 ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ ഒരു ഈ പറഞ്ഞ പോലുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കലാണ്. നിനക്കതിന് മറ്റേ ബുദ്ധിൽ തന്നെ പോയി പഠിക്കണമെന്നൊന്നുമില്ല. അതിന് ജസ്റ്റ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതൊരു സർട്ടിഫൈഡ് അടുത്തുനിന്ന് എടുത്താലേ നമുക്ക് നാളെ ഒരു ട്രാക്ക് ഡേ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഈ വീഡിയോക്കകത്തൂടെ ഈ ലെവൽ 1 ഇന്നതൊക്കെയാണ് ചെയ്യുന്നത്, ലെവൽ 2 ഇങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാവും, നിങ്ങളത് പഠിക്കുമായിരിക്കും. പക്ഷേ ഇറ്റ്സ് നോട്ട് സർട്ടിഫൈഡ്. ഞാൻ ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആരും നിന്നെ ട്രാക്കി കയറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പം അത് എടുക്കണം. സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു നല്ല, അതായത് FMSCA അംഗീകരിച്ചിട്ടുള്ള ഒരു അക്കാഡമിയിൽ നിന്ന് തന്നെ എടുക്കുക. പൈസ കുറഞ്ഞ് പലരും പ്രൊവൈഡ് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ തുടങ്ങും, എനിക്ക് 2 വർഷത്തെ റേസിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു വണ്ടി മലയാളം റേസിംഗ് അക്കാഡമി എന്ന് പേര് വിട്ട് തുടങ്ങി. ഞാൻ ഇതൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും സർട്ടിഫൈഡ് അല്ല. അതിന് ആ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ കാണത്തില്ല. പക്ഷെ വാല്യൂ ഉള്ള അക്കാഡമീസ് ഉണ്ട്, അവരുടെ അടുത്ത് പോകും. അതിപ്പോൾ ഏത് അക്കാഡമി എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ റിസർച്ച് ചെയ്യാം, അത് മുന്നോട്ടേക്ക് നോക്കാം. അല്ലേ, നമുക്ക് മറ്റേ പോകുന്ന വഴിക്ക് ഞാൻ ചെയ്തതൊക്കെ ഞാൻ റെഫർ ചെയ്തു. ഓക്കെ, അതാണ്. അപ്പം ബൈക്ക് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും, ഗിയേഴ്സ് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ബൈക്കും ഗിയേഴ്സും അത് കോഴ്സിന്റെ കൂടെ തന്നെ ബൈക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എൻ്റെ അറിവിൽ റോയൽ എൻഫീൽഡിന്റെ PRN അവർ നടത്തുന്നതിനകത്തേ ഉള്ളൂ. GT 650 അവർ ചെയ്യുന്നത്. കാരണം റോയൽ എൻഫീൽഡ് ബാക്ക്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി, പെട്രോൾ, അതിൻ്റെ മെക്കാനിക്കൽ മെയിൻ്റനൻസ് എല്ലാം അവർ നോക്കും. നീ ജസ്റ്റ് കയറിയിരിക്കുക, വണ്ടിയിൽ ഓടിക്കുക. ഗിയേഴ്സ് അവരുടെ അടുത്തുനിന്ന് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. GT 650 മാത്രമേ ഇല്ല. അതിന് PRN അതിന് നിനക്ക് വേണേൽ പോവാം. റോയൽ എൻഫീൽഡ് ട്രാക്ക് ഡേ ആണ് നീ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ GT 650 ആയിരിക്കും. അതാണ് വണ്ടിയുടെ കാര്യം. ഗിയേഴ്സിന്റെ കാര്യം. ഇനി അതിൻ്റെ എക്സ്പെൻസ് ഒരു L1 L2ന് ഏറ്റവും മിനിമം ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ PRN അവർ പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത് റോയൽ എൻഫീൽഡിൻ്റെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ 19,000 പ്ലസ് GST, 18% GST ആണ്. ഒരു 23,000 കൂട്ടിക്കും വില വരും. L1 L2 ട്രെയിനിങ്ങും ബൈക്കിന് മാത്രമാണ്. L1 L2 ട്രെയിനിങ് പിന്നെ ബൈക്കും കിട്ടും, ഗിയേഴ്സ് കിട്ടത്തില്ല. ഗിയേഴ്സിന് ഒരു 10,000 റുപ്പീസ് കൂട്ടിക്കോ 2 ദിവസം കൂടെ. ഓക്കെ, പുറത്തുനിന്ന് എടുക്കണം. പുറത്തുനിന്നല്ല, അവരുടെ അടുത്തുനിന്ന് 10 രൂപയ്ക്ക് നിനക്ക് കിട്ടും. ബൂട്ട്, സൂട്ട്, ഈ ഒരു അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നതാണത്. അവരുടെ കോഴ്സ് എടുക്കുന്നവർക്ക് മാത്രമേ അതുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ എത്ര, ഒരു 35 രൂപയോളം ആയേ. ജസ്റ്റ് ട്രെയിനിങ്ങിന് 35 രൂപയോളം ആവും 2 ദിവസത്തേക്ക്. അത് പക്ഷേ കോസ്റ്റ് കോയമ്പത്തൂർ ട്രാക്കിലായിരിക്കും മോസ്റ്റ്ലി നടക്കുന്നത്. നല്ല വലിയ ട്രാക്കാണ്. അപ്പം നിനക്ക് ആ വലിയ ട്രാക്ക് എക്സ്പീരിയൻസ് എല്ലാവരും അവിടെ അല്ല ജയിപ്പിക്കുന്നത്. ചിലർ ബാംഗ്ലൂർ ചെയ്യുന്നവരുണ്ട്, ചിലർ കോയമ്പത്തൂർ കരിയിൽ ചെയ്യുന്നവരുണ്ട്, ചിലർ ചെന്നൈയിൽ MMRT ചെയ്യുന്നവരുണ്ട്. ഡിപ്പെൻസ്. നീ അതൊക്കെ നോക്കി നിനക്ക് അതിനനുസരിച്ച് പോയി ചെയ്യാന്നുള്ളൂ. അപ്പം മോസ്റ്റ്ലി ഇത് അവിടെയാണ് നടക്കുന്നത്.
അപ്പം ഒരു 35,000 രൂപയിൽ മിനിമം ആണ്. ഒരു സർട്ടിഫൈഡ് കോഴ്സ് ചെയ്യുന്നതിനുള്ള ബെയർ മിനിമം ആണ്. അതിൽ പിന്നെ നീ നാട്ടിൽ നിന്ന് അവിടെ ചെല്ലാനുള്ള ട്രാവൽ ഉണ്ട്, നിനക്ക് 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യാനുള്ള എൻ്റെ ചിലവുണ്ട്, നിന്റെ ഫുഡ് ലൈക്ക് ട്രാക്ക് ഡേയിൽ 2 ദിവസത്തിന്റെ ഇടയ്ക്കത്തെ ലഞ്ചും. നമ്മുടെ കേരളത്തിൽ പരിപാടി ഒന്നുമില്ല, ട്രാക്കും ഇല്ല, ഒന്നുമില്ല. കേരളത്തിൽ ആകെ 2-3 വോക്കാ ട്രാക്കേ ഉള്ളൂ, അതും വളരെ ചെറിയ ട്രാക്കുകൾ. ഇവിടെ നോക്കി അവിടെ തിരുന്ന പോലത്തെയാണ്. അവിടെ അങ്ങനെ സർട്ടിഫൈഡ് കോഴ്സസ് ഒന്നും നടക്കുന്നില്ല. മിനിമം നീ കോയമ്പത്തൂർ വരെയെങ്കിലും ചെല്ലണം. ഈ ഒരു സംഭവത്തിലൊക്കെ കോയമ്പത്തൂരാണ്, അവിടെയെങ്കിലും ചെല്ലണം. അപ്പം വണ്ടിയായി ഇതുമായി. സോ നീ L1 L2 പ്രാക്ടീസ് കഴിഞ്ഞ് നീ സർട്ടിഫൈഡ് ആയി ട്രാക്കിൽ ഓടിക്കാൻ. ഓക്കെ, അവിടെ ഹോൾഡ് ചെയ്യും. ഇനി ഞാൻ ചോദിക്കുന്നത്, ഇത് പ്രൊവൈഡ് ചെയ്യാത്തടത്ത് എങ്ങനെയായിരിക്കും എക്സ്പെൻസ് വരുന്നത്? ഇത് മനസ്സിലായി. അതായത് ഈ ഗിയേഴ്സും ബൈക്കും പ്രൊവൈഡ് ചെയ്യാത്തടത്ത് പ്രൊവൈഡ് ചെയ്യാത്തടത്ത് എന്ന് പറഞ്ഞാൽ അവർ കോഴ്സിന്റെ മാസം മാത്രം പൈസ നിന്റെ വാങ്ങിക്കത്തുള്ളൂ. അതും ഈ 20 താഴെ അങ്ങനെ അധികം ആൾ പോകാറില്ല. അല്ലെ പേഴ്സണൽ ട്രെയിനിങ് ആയിരിക്കും, ലൈക്ക് 1-to-1 ട്രെയിനിങ് പോലത്തെ സെഷൻസ് ആയിരിക്കും. അത് ഈ പറഞ്ഞ പോലെ അതിന്റെ സർട്ടിഫിക്കേഷൻ ഒക്കെ നോക്കിയിട്ട് മാത്രം പോയി ചേരുക. അവർ നിന്നെ പഠിപ്പിക്കുന്നതിന്റെയും ഈ ട്രാക്കിന്റെ ലീസ് കൂടെ ആയിരിക്കും നിന്റെ വാങ്ങിക്കുന്നത്. ട്രാക്കിന്റെ ലീസ് മേടിക്കല്ലേ? എല്ലാത്തിനകത്തും ട്രാക്ക് ലീസ് ഇൻക്ലൂഡ് ആണ്. ഒരു ദിവസം ഒരു ട്രാക്കിന് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത് ഒരു ദിവസത്തേക്ക്. അപ്പം അത് അവർ ഈ അക്കാഡമീസ് ആണ് ട്രാക്കിന് പേ ചെയ്യുന്നത്. അപ്പൊ അത് ആരുടെ നിന്നാണ് വാങ്ങിക്കുന്നത്? നിങ്ങളുടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം അതങ്ങനെയാണ് ആ സിസ്റ്റം ഓടുന്നത്. അപ്പം അവർക്ക് നീ ആ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിനെ പഠിപ്പിക്കും. പക്ഷെ അതിനുള്ള വണ്ടിയും ഗിയേഴ്സും നീ കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, അപ്പം ഇപ്പൊ ഞാൻ ഗിയേഴ്സ് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. ബൈക്കും നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. കോയമ്പത്തൂരും ചെന്നൈയിലും ഒക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെ ട്രാക്ക് ബൈക്സ് റെന്റ് ഔട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ ഈ റോഡിൽ ഓടിക്കുന്ന ബൈക്ക് റെന്റ് ഔട്ട് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ 2 ദിവസം ട്രാക്ക് ഡേക്ക് വണ്ടികൾ കൊടുക്കുന്ന R15, R3, R390, RC200 എല്ലാം ട്രാക്കിൽ ഓടിക്കുന്ന വണ്ടികൾ. റോഡിൽ നിനക്ക് ഓടിക്കാൻ പറ്റത്തില്ല, ട്രാക്ക് യൂസിന് വേണ്ടി മാത്രം. കയറ്റിക്കൊണ്ട് പോകുന്നത് നീ അറിയേണ്ട കാര്യമില്ല. നിനക്ക് സാധനം വണ്ടി ഡയറക്റ്റ് അവിടെ കിട്ടുന്ന രീതിക്കാണ് മിക്കതും പോകുന്നത്. അത്ര വലിയ വള്ളി അതിൽ വരാറില്ല. പൈസ കൊടുത്താൽ മതി. അപ്പൊ അതിന് നീ വണ്ടിക്ക് ഇപ്പോൾ അവർ പറയുന്ന പോലെ എത്ര ആണോ, 10,000 ആണോ, 8,000 ആണോ, 5,000 ആണോ, എത്ര ആണോ ഒരു ദിവസത്തേക്ക് അവർ ആ വണ്ടിക്ക് ചാർജ് ചെയ്യുന്നത്, അത് കൊടുത്ത് നീ 2 ദിവസത്തേക്ക് വണ്ടി എടുക്കുക. പ്ലസ് അതിന്റെ ഫ്യൂലും നീ അടിക്കുക. പിന്നെ വണ്ടി മറിച്ചിടുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജിനൊക്കെ ഉള്ളത് നീ പേ ചെയ്യേണ്ടി വരും. ട്രാക്കാണ്, വീഴാൻ വളരെ സാധ്യതയുണ്ട്. അതും കൂടെ പറയാം. മറ്റേ ട്രാക്കിൽ മറിച്ചിട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് വരുന്ന ഡാമേജസ് ഇപ്പം റോയൽ എൻഫീൽഡ് ഞാൻ പറഞ്ഞതിനകത്താണെങ്കിൽ അത് അവർ ബെയർ ചെയ്യും. TVSന്റെ അകത്ത് ആണ് നീ പോകുന്നതെന്നുണ്ടെങ്കിൽ അതും അവർ തന്നെ നോക്കിക്കോളും. വണ്ടിയുടെ കാര്യം നമ്മൾ അറിയേണ്ട കാര്യമില്ല. വീണു നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ നിനക്ക് പോയി എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും. അല്ലാത്ത പക്ഷം നീ റെന്റ് ഔട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാധനമാണ് നീ ഡാമേജ് ആക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കോമ്പൻസേഷൻ നീ അവർക്ക് കൊടുത്താൽ. ട്രാക്കിൽ അങ്ങനെ വലിയ ഡാമേജ് എല്ലാ ട്രാക്കുകളിലും അങ്ങനൊന്നും അല്ല ചിലതേ ഉള്ളൂ. അത് ലൈക്ക് അതുമാതിരി ഡാമേജ് ഒക്കെ വന്നാലോ അതും നിന്നെ കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ നേരത്ത് പുതിയ ട്രാക്ക് ആയതുകൊണ്ടാണ് നീ പറയുന്നതൊക്കെ. അത് പുതിയ ട്രാക്ക് ആയതുകൊണ്ടും ആളുകൾ അതിനെ അധികം അബ്യൂസ് ചെയ്യാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് അവർ അന്നങ്ങനൊക്കെ പറഞ്ഞത്. പ്ലസ് അതൊരു ഗോ കാർട്ടിംഗ് സർക്യൂട്ടും കൂടെ. വലിയ ട്രാക്കിൽ നിന്ന് നീ അതിനകത്തൊരു ചെറിയ കുഴി വരുത്തി കഴിഞ്ഞാൽ അവർ മോസ്റ്റ്ലി അങ്ങനെ ചെയ്യാറില്ല. അത് നീ കൊടുക്കുന്ന 2,000, 3,000, 5,000 കൊണ്ട് അവർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അതിനകത്ത്. സോ ജസ്റ്റ് ഒരു ഫൈൻ വാങ്ങിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്നും നിങ്ങൾ ഈ ഇനിഷ്യൽ സ്റ്റേജിൽ ബോധേഡാവട്ടേണ്ട കാര്യമല്ല. അതൊക്കെ നിങ്ങൾ അക്കാഡമി ചെല്ലുമ്പോൾ അവരതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. അതിനധിപതി ഇപ്പൊ ഇതിനകത്തൊരു ടോക്ക് വരേണ്ട കാര്യം. അപ്പോൾ ബൈക്കും കിട്ടി, സൂട്ടും കിട്ടി, അക്കാഡമിയും കിട്ടി. ഇനി മുന്നോട്ട് എങ്ങനെ? അപ്പൊ നീ പഠിച്ചു കഴിഞ്ഞു. എന്റെ കയ്യിൽ നിന്ന് ഒരു 35,000 40,000 രൂപ പൊട്ടി 2 ദിവസത്തേക്ക്. എന്നിട്ട് നിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇനി നിനക്ക് ട്രാക്കിൽ ഓടിക്കാം. പ്രാക്ടീസിന് നിനക്ക് ഇറങ്ങാൻ പറ്റും. റേസ് ചെയ്യാൻ പറ്റത്തില്ല. റേസ് ചെയ്യാനായി നിനക്ക് ലൈസൻസ് വേണം. നീ L1 L2 എടുത്തോടനെ അങ്ങോട്ട് ഓടിച്ചെന്നാൽ നിനക്ക് റേസ് ചെയ്യാൻ പറ്റും, ഇല്ലാതിരിക്കാനൊന്നുമില്ല. ഏതാ ഇപ്പൊ ന്യൂസ് കാറ്റഗറിയിലൊക്കെ കയറി കഴിഞ്ഞാൽ നിനക്ക് ഓടിക്കാം. പ്രാക്ടീസ് ചെയ്യാൻ നിനക്ക് ഇറങ്ങാൻ പറ്റും. ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഏത് ട്രാക്ക് വേണേലും ഇതുപോലത്തെ അക്കാഡമിക്സ് ട്രാക്ക് ഡേയ്സ് വെക്കുമ്പോഴത്തേക്ക് നിനക്ക് അവിടെ ചെന്നിട്ട് അവർക്ക് അവർ പറയുന്ന പൈസ പേ ചെയ്തിട്ട് നിന്റെ വണ്ടി കൊണ്ടുപോയി അവിടെ ഓടിക്കാം. സെഷൻസ് ആണ്. ലൈക്ക് ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഓപ്പൺ സെഷൻസ് 20 മിനിറ്റ്സ് ഒക്കെ സെഷൻ കിട്ടും. ഒരു ദിവസം മേ ബി ഒരു 4 to 5 സെഷനൊക്കെ കിട്ടും. ഡിപ്പെൻസ് ഓൺ ട്രാക്കും അതിന്റെ ഇവിടുത്തെ എത്ര ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാം. സീറ്റ് ടൈം കൂട്ടാം. നീ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്ത് പ്രശ്നം. അല്ലാണ്ട് ഈ L1 L2 അങ്ങോട്ട് പഠിച്ച പറഞ്ഞത് നീ ഒന്നും ആവാൻ പോകുന്നില്ല. ഒന്നും ആവത്തില്ല. നീ പകുതി കാര്യം നിന്റെ തലയ്ക്ക് നിനക്ക് ഫ്ലാഗ്സ് മനസ്സിലാക്കി എടുക്കാൻ തന്നെ നീ കുറച്ച് സമയം എടുക്കും. ഫ്ലാഗ് പോസ്റ്റുകൾ നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആവാൻ തന്നെ കുറേ സമയം എടുക്കും. ഒരു ട്രാക്ക് നമുക്ക് മനസ്സിലാവാൻ തന്നെ ആ ട്രാക്ക് മിനിമം ഒരു 5 പ്രാവശ്യം ഓടിക്കണം. 5 ലാപ്പല്ല, 5 സെഷനിൽ ഓടിക്കണം. എന്നാലേ നിന്റെ മൈൻഡിൽ അത് രജിസ്റ്റർ ആവുള്ളൂ. ഇവിടെ എന്താണ്, അവിടെ എന്താണ്, ഇതിന് ശേഷം എന്താണെന്നുള്ളത്. റേസേഴ്സ് ഒക്കെ കണ്ടില്ല ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇങ്ങനെ അവരിങ്ങനെ മെന്റൽ മാപ്പ് ചെയ്യുന്നത്. കാരണം അവർക്ക് ആ ട്രാക്ക് ഓൾറെഡി അവരുടെ ബ്രെയിനിൽ രജിസ്റ്റേർഡ് ആണ്. അവർക്ക് കണ്ണുപൂട്ടി അതിൽ ഓടിക്കാം. അവരുടെ മസിൽ മെമ്മറീസ് അതിന് വേണ്ടി ട്രെയിൻഡ് ആണ്. സോ ആ ട്രെയിനിങ് ആണ് ഇമ്പോർട്ടന്റ്. അല്ലാണ്ട് നിനക്ക് എന്താണ്ട് വലിയ സ്കില്ലുണ്ടെന്ന് നീ വിചാരിക്കുന്നതാണ്, നിനക്കതില്ല. പക്ഷെ നീ എത്രത്തോളം നീ ട്രെയിൻ ചെയ്യുന്നോ
അത്രത്തോളം നീ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. നിനക്ക് ഒരിക്കലും നിന്നെക്കാളും സീറ്റ് ടൈം കൂടിയ ഒരാളെ ഞാൻ അവനെക്കാളും അങ്ങ് വെറുതെയാണ്. അതൊരു മിസ്കൺസെപ്ഷനാണ്. മേ ബി നിനക്ക് നല്ല സ്കിൽഡ് ആണെന്നുണ്ടെങ്കിൽ നീ അവനെക്കാളും പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കുമായിരിക്കും. പഠിച്ചെന്ന് പറഞ്ഞാൽ നിനക്ക് അവിടെ ട്രാക്ക് ടൈം അത്യാവശ്യമാണ്. അപ്പം എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നീ ബെറ്റർ ആവും. റേസിന് ഇറങ്ങുന്ന കാര്യം ഇനി ഈ പറഞ്ഞ പോലെ റേസ് വൺ മേക്ക് ചാമ്പ്യൻഷിപ്സും ഉണ്ട്, നാഷണൽ ചാമ്പ്യൻഷിപ്പും ഉണ്ട്. വൺ മേക്ക് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് ഈ മാനുഫാക്ചറേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന റേസിംഗ് ഇവൻറ്റ്സ് ആണ്. ഹോണ്ട, TVS, റോയൽ എൻഫീൽഡ്, KTM, പണ്ട് സുസുക്കിയൊക്കെ നടത്തുന്നത്, ഇപ്പോൾ അതില്ല. ഇപ്പം മെയിനായിട്ടുള്ള വൺ മേക്ക് ചാമ്പ്യൻഷിപ്സ് എന്ന് പറഞ്ഞത് റോയൽ എൻഫീൽഡിൻ്റെ GT കപ്പ് ഒരു വൺ മേക്ക് ചാമ്പ്യൻഷിപ്പാണ്. TVSൻ്റെ വൺ മേക്ക് ചാമ്പ്യൻഷിപ്പ്, അതിൽ ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. TVSന് റൂക്കീസ് ഉണ്ട്, വുമൺ ഉണ്ട്, എക്സ്പേർട്ട് RR310 കാറ്റഗറി വരുന്നുണ്ട്, പ്രോസ്റ്റോക്ക് ഉണ്ട്. പ്രോസ്റ്റോക്ക് നാഷണലാണ്, അത് TVS ടീം നമുക്കില്ല. ഈ 3 കാറ്റഗറി വരുന്നുണ്ട്. ഹോണ്ടയുടെ ടാലന്റ് കപ്പ് ഉണ്ട്, ഇന്ത്യ ടാലന്റ് കപ്പ്, അതൊരു വൺ മേക്ക് ചാമ്പ്യൻഷിപ്പാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TVSൻ്റെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് റൂക്കീസ് കാറ്റഗറി, അതായത് 15-17 വയസ്സ് ആ ഒരു റേഞ്ച് തൊട്ടിട്ട് അവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാൻ പോയി. അവിടെ തൊട്ട് 21 വയസ്സ് വരെയുള്ള ബിഗിനേഴ്സ്, ഇതുവരെ റേസ് ചെയ്തിട്ടില്ലാത്ത, ലൈസൻസ് ഹോൾഡേഴ്സ് അല്ലാത്ത ബിഗിനേഴ്സിന് വേണ്ടിയുള്ള സെലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വുമൺ കാറ്റഗറി ഉണ്ട്. വുമൺ ഏജ് വിഷയമല്ല, അവരെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ആ ഒരു കാറ്റഗറി വെച്ചിട്ടുണ്ട്. RR310 എക്സ്പേർട്ട് കാറ്റഗറിയിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ നീ പോഡിയം വിന്നർ ആണെങ്കിൽ മാത്രമേ നിനക്ക് അതിൽ അപ്ലൈ ചെയ്യാനുള്ള പ്രൊഫഷണൽ ലെവലാണ്, പക്കാ പ്രൊഫഷണൽ ലെവലാണ്. GT കപ്പിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് ബിഗിനർ കാറ്റഗറി ഉണ്ട്, പ്രോ കാറ്റഗറി ഉണ്ട്. ബിഗിനർ കാറ്റഗറിയിൽ അവർ ഇന്ത്യയിൽ നിന്ന് 8 സ്ഥലങ്ങളിൽ നിന്ന്, അതായത് ഇന്ത്യയിലെ ഒട്ടുമിക്ക 8 സ്ഥലങ്ങളിൽ നിന്നും ഉള്ള ആപ്ലിക്കൻസിനെ വിളിച്ച് ഓടിപ്പിച്ച് അവരുടെ ഓടിപ്പീരിൻ്റെ അനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് ആണ് ആ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ട് ചെയ്യുന്നത്. പ്രോസിന് നേരിട്ട് വന്ന് ഓടിക്കാം, അതിൻ്റെ ടൈമിംഗ് അനുസരിച്ച് അവരെ സെലക്ട് ചെയ്യും. ഹോണ്ട ടാലന്റ് കപ്പ് അതുപോലെയാണ്. ഹോണ്ടയുടെ അതിൽ നിനക്ക് L1 L2 സർട്ടിഫൈഡ് ആയിരിക്കണം നീ, പിന്നെ അവർ സെലക്ഷൻ നടത്തും, അതിൽ നിന്ന് നിന്നെ സെലക്ട് ചെയ്യും. ആ രീതിക്കാണ് ഹോണ്ടയുടെ സാധനം പോകുന്നത്. അപ്പം ഇതെല്ലാം ഇവരുടെ എല്ലാം സൈറ്റിൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്നാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത്, എവിടെയൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം കൃത്യമായിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് പോവാം. ഞാൻ ജസ്റ്റ് ഒരു ഹെഡ്സപ്പ് തന്നതാണ് ഈ വീഡിയോയിൽ. ഞാനിപ്പം റേസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 2 റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കഴിഞ്ഞ വർഷത്തെ റോയൽ എൻഫീൽഡ് GT കപ്പ്, ഈ വർഷം TVSൻ്റേത് യങ് മീഡിയ റേസർ പ്രോഗ്രാം. അത് അവർ ഇന്ത്യയിലെ മീഡിയാസിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കാറ്റഗറിയാണ്. അത് ബാക്കി ആർക്കും കിട്ടത്തില്ല. നിങ്ങൾ അതിൽ കയറാവുന്ന, നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണ്, അതും TVSൻ്റെ മീഡിയ ലിസ്റ്റിലുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അവരത് വിളിക്കുള്ളൂ. അത് ഇൻവൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്കൊരിക്കലും അങ്ങോട്ട് കയറി അപ്ലൈ ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. അതും TVS ഇൻവൈറ്റ് ചെയ്യും, നീ ചെല്ലുക, അവർ നിന്നെ ഓടിപ്പിക്കും. അതിൽ നിന്ന് ലാസ്റ്റ് ഒരു 16 വരെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, അവരെ വെച്ചിട്ട് റേസ് നടത്തും. ഇപ്പൊ ഞാൻ ഈ എക്സ്പീരിയൻസ് ആണ്, റേസിംഗിന്റെ എക്സ്പീരിയൻസ് മീഡിയാസിനോട് നല്ലൊരു സംഭവമാണ് ചെയ്യുന്നത്. കാരണം വണ്ടിയെ പറ്റി റിവ്യൂ ചെയ്യുന്നതിന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. സോ നിനക്ക് ആ റേസിംഗ് എക്സ്പീരിയൻസ് ചെയ്യുക, ബൈക്ക് മാക്സിമം പുഷ് ചെയ്യുക, അതിന്റെ ഫീഡ്ബാക്ക്. TVSന്റെ ആണല്ലോ റേസിംഗ് DNA എന്നൊക്കെ അതെ, അവർ നല്ല രീതിക്ക് റേസിംഗ് ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് TVS ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മെയിൻ ആണ് അവരുടെ അത്. അപ്പോൾ അതാണ് ആ സംഭവം. സാധാരണക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ റൂക്കീസ്. അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏജ് 21 താഴെയാണ് നിങ്ങളുടെ പ്രായം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരെണ്ണമുണ്ട് AREGP എന്ന് പറഞ്ഞിട്ട് അവർ നടത്തുന്നുണ്ട്. അതൊരു OMC ഒന്നുമല്ല, വൺ മേക്ക് ചാമ്പ്യൻഷിപ്പ് ഒന്നുമല്ല, പക്ഷേ അത് ബൈക്കുള്ളവർക്ക് ഓണേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പാച്ചെ റേസിംഗ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അവരെയും ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ ബേസിക് ട്രെയിനിങ്സ് കൊടുക്കാനും വേണ്ടിയൊക്കെ TVS നടത്തുന്നൊരു സംഭവമാണ് അതെന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ. ഇതിങ്ങനെ ഓരോ വർഷവും റിപ്പീറ്റഡ്. വർഷത്തിൽ എപ്പോഴൊക്കെ നടക്കുന്നത്? വർഷത്തിൽ മിക്കതും ഈ സെലക്ഷൻസ് നടക്കുന്ന ഒരു ഏപ്രിൽ തൊട്ടിട്ടൊക്കെ ആയിരിക്കും. ഏപ്രിൽ തൊട്ട് തുടങ്ങും. ഈ വർഷം ഇപ്പം സെലക്ഷൻസ് ഒക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. അത് നമുക്ക് അങ്ങനെ ഇന്ന സമയത്തെ തുടങ്ങും, ഇന്ന ഡേറ്റിൽ അങ്ങനല്ല, ഫിക്സ്ഡ് അല്ല, മാറിക്കൊണ്ടേയിരിക്കും. അല്ല, ഈ സീസൺ ആക്ച്വലി നടക്കുന്നത് ലാസ്റ്റിലത്തേക്കാണ്. അതായത് ഒരു സെപ്റ്റംബർ തൊട്ട് നവംബർ വരെയാണ് നടക്കുന്നത്. ഒരു 3 മാസം കൊണ്ടാണ് മിക്കതും അങ്ങനെ നടക്കുന്നത്. അതാണ് ഒന്ന്. പിന്നെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പിന്നക്കിൾ ഓഫ് സർക്യൂട്ട് റേസിംഗ്. അവിടെ എത്തിയില്ലേ? OMCയുടെ കാര്യമെല്ലാം പറഞ്ഞു. നമ്മള് ലെവൽ 1 ലെവൽ 2 ട്രെയിനിങ് എടുത്തു. നമ്മൾ എന്നിട്ട് ലൈസൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ, നമ്മൾ FMSCI ലൈസൻസ് മേടിച്ചിട്ടില്ല, ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. മേടിക്കാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ TVSന്റെ ആണെങ്കിൽ അതുപോലും വേണ്ടാത്ത റൂക്കി സെലക്ഷന് നിനക്ക് ലൈസൻസ് ഒന്നും വേണ്ട. ഒരു റേസ് നിനക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് വേണം. ഇപ്പൊ നീ റോഡിൽ വണ്ടി ഓടിക്കാൻ നിനക്ക് ലൈസൻസ് വേണമല്ലോ, അതുപോലെ തന്നെ നീ ട്രാക്കിൽ ഇറങ്ങി റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ FMSCI ലൈസൻസ് കിട്ടിയേ പറ്റത്തുള്ളൂ. അത് എവിടുന്ന് കിട്ടും? ആര് ഹെൽപ്പ് ചെയ്യും? ഓക്കെ, ഇപ്പൊ ലൈസൻസ് നിനക്ക് ഇപ്പൊ ഞാൻ L1 L2 കഴിഞ്ഞു, നാളെ വേണം എനിക്ക് ലൈസൻസ് അപ്ലൈ ചെയ്യാം. എൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എനിക്ക് നാളെ അപ്ലൈ ചെയ്യാം. ഞാൻ ഇതുപോലെ ഇന്ന അക്കാഡമി പോയി L1 L2 ചെയ്തായിരുന്നു, എനിക്ക് ഒരു റേസ് ലൈസൻസ് വേണമെന്ന് പറഞ്ഞ് നീ FMSCIയുടെ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഫീസും അടച്ചു കഴിഞ്ഞാൽ അവർ അത് ചെക്ക് ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും അവർ. നീ ഇവിടെ പോയി പഠിച്ചിട്ടുണ്ടോ, ഈ അക്കാഡമി നിലവിലുള്ളതാണോ, എല്ലാം ചെക്ക് ചെയ്തിട്ട് അത് ഒതന്റിക് ആണെങ്കിൽ നിനക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. ആ ലൈസൻസ് നിനക്ക് കയ്യിൽ കാണിക്കാൻ, സ്റ്റാറ്റസ് ഇടാന്നുള്ളതല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല.
നിനക്ക് ട്രാക്കിൽ ഓടിക്കണമെങ്കിൽ ആ ലൈസൻസിൻ്റെ ആവശ്യമില്ല. പക്ഷേ നീ ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങുകയാണ്, റേസിന് ഇറങ്ങുകയാണ്, FMSCയെ കണ്ടക്ട് ചെയ്യുന്ന ഒരു റേസ് ഇവൻറ്റിൽ നീ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈസൻസ് നിനക്ക് വേണം. ആ ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് റേസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. മറ്റേ ലൈസൻസിൻ്റെ കാറ്റഗറി അൺറെസ്ട്രിക്റ്റഡ് കാറ്റഗറി എന്ന് പറയുന്നത് പ്രോ സ്റ്റോക്കിന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതിന് താഴോട്ട് വരുന്ന എല്ലാ OMC മിക്കതിനെല്ലാം റെസ്ട്രിക്റ്റഡ് വെച്ചിട്ടാണ് ഫസ്റ്റ് കിട്ടുന്ന റെസ്ട്രിക്റ്റഡ് ലൈസൻസ് ആയിരിക്കും. ആ റെസ്ട്രിക്റ്റഡ് ലൈസൻസ് ഒരു വർഷം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിനക്ക് അൺറെസ്ട്രിക്റ്റഡിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഒന്നുമില്ല, പ്രോ സ്റ്റോക്ക് ഓടിക്കാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. പ്രോ സ്റ്റോക്ക് ആണ് നിന്റെ വണ്ടി നിനക്ക് എത്ര വേണേൽ മോഡിഫൈ ചെയ്യാം. നിനക്ക് എന്നെ വേണേൽ കാണിക്കാൻ വണ്ടിയില്ല. 1 കോടി രൂപയുടെ വണ്ടി വേണേൽ നിനക്ക് പണിയാം. ഓക്കെ. എത്രത്തോളം നിനക്ക് ബൈക്ക് ഫാസ്റ്റർ ആക്കാൻ പറ്റുമോ അത്രത്തോളം പണിയാൻ പറ്റുന്ന പണി മൊത്തം നിനക്ക് ചെയ്യാം. പക്ഷെ അത് 300 to 400 cc നിൽക്കണമെന്നേ ഉള്ളൂ. ആ CC മാത്രം നോക്കുക, ബാക്കി എന്നാ വേണേൽ ചെയ്യാം. മാക്സിമം എല്ലാം ചെയ്യാം. അതിലേക്ക് ഇപ്പം PR-ന്റെ ബൈക്ക് അനീഷ് ഓടിച്ച ബൈക്കാണ് 25 lakhs-ഓളമാണ് അതിൻ്റെ പ്രൈസ്. അത്ര ലൈറ്റ് വെയിറ്റ് ആണ്. 390 RC390 ആണ്. അത് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുന്ന ഒരു 600 cc ബൈക്കിൻ്റെ അത്രയും പവറും ആ ഒരു പെർഫോമൻസ് തരുന്ന ഒരു വണ്ടിയാണ്. അങ്ങനെ എല്ലാ ടീമുകളും ബിൽഡ് ചെയ്യും. അത് ഭയങ്കര സീരിയസ് ചാമ്പ്യൻഷിപ്പാണ്. അതിലൊക്കെ നിനക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു സീരിയസ് ഒരു റേസിംഗ് ടീമിൻ്റെ ബാക്കപ്പ് വേണം. നിനക്ക് അതുപോലെ പൈസ വേണം അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് സ്പോൺസർഷിപ്സ് വേണം അല്ലേ? ഒബ്വിയസ്ലി. അല്ലെങ്കിൽ നീ അതുപോലെ പൈസക്കാരനായിരിക്കണം. ഞാൻ ഇൻഫ്ലുവൻസറും അല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. നല്ല സ്കിൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറി ചെല്ലാൻ പറ്റത്തുമില്ല. സ്കിൽസ് ഉണ്ടെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് ആ സ്കില്ലിൽ കോൺഫിഡൻ്റ് ഉണ്ട്, നിനക്കത് അടിക്കാം എന്നുണ്ടെങ്കിൽ ചെല്ലാം, കുഴപ്പമില്ല. പൈസയും വേണം. പക്ഷേ ആരും നിനക്ക് പൈസ ഉരുട്ടി തരത്തില്ല. റേസിംഗ് നല്ല എക്സ്പെൻസീവ് സ്പോട്ടാണ്. അത് OMCയിൽ പോകാനാണെന്നുണ്ടെങ്കിലും നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പോകാനാണല്ലോ. ഒരിക്കലും നിനക്ക് ചുളുവിൽ റേസിംഗ് ചെയ്ത് കളയാന്നുള്ള വേണ്ട. പൈസ ഇറങ്ങും, അതിന് തയ്യാറായിട്ട് മാത്രം പോവുക. ഇപ്പം കേൾക്കുമ്പോൾ തന്നെ ഈ ഞാൻ മുമ്പ് 25,000 2 ദിവസം എന്ന് പറയുമ്പോൾ തന്നെ ബാക്ക് ഓഫ് ചെയ്യുന്ന ആളുകളുണ്ട്. ജസ്റ്റ് ഒരു കൗതുകത്തിന് വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കും, എങ്ങനെയാണ് ഇതിന്റെ പരിപാടിയൊക്കെ എങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെ അക്കാഡമി പോയാൽ മതി, പഠിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇത് എവിടെ എന്തോ സെറ്റപ്പ് എങ്ങനെ എന്തോ ചിലവ് വരും. ചിലവ് അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവരുടെ മുഖം മാറും. നമുക്ക് കാണാം. ശരിക്കുള്ള ചിലവ് നമ്മൾ എത്തിയിട്ടില്ല കാര്യം. ഈ ചിലവ് പറയുമ്പോൾ തന്നെ ഇവരുടെ മുഖം മാറും. അങ്ങനെയുള്ളവര് ഇറങ്ങാതിരിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. അവരിറങ്ങത്തുമില്ല. 2 ദിവസത്തേക്ക് 25,000 ഒറ്റയടിക്ക് പൊട്ടുക എന്ന് കേൾക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകളുടെയും ചങ്ക് പടയുന്ന പരിപാടിയാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റൈസിങ് ദ തിങ് യു വാണ്ട്. നിനക്ക് റേസിങ്ങിനോട് അത്രയ്ക്ക് പാഷനുണ്ട്, നിനക്ക് നിൻ്റെ ടൈമും മണിയും അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നീ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നീ നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പിലൊക്കെ നീ എത്തുള്ളൂ. അല്ലെങ്കിൽ ആ വില കേൾക്കുമ്പോഴേ ആൾ അവിടെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇത്രയും നേരം കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അത് ആ ഒരു പൈസയൊന്നും വിഷയമല്ല, ആ ഒരു ആഗ്രഹമാണ് മെയിൻ എന്നുണ്ടെങ്കിൽ അതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇനിയിപ്പം ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തു, FMSCയുടെ ലൈസൻസും പൈസ മുടക്കി എനിക്ക് കിട്ടി. ഇനി എന്താണ് അടുത്തത്? ഞാൻ ഇനി എൻ്റെ ഗിയേഴ്സ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോകണം. അത് നീ ഇതിന് മുന്നേ വാങ്ങിക്കണം. നീ പ്രാക്ടീസ് ചെയ്യുമ്പോഴെല്ലാം നിനക്ക് അതൊക്കെ ഞാൻ റെന്റ് ചെയ്യും. റെന്റ് എന്ന് പറഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കാം. നീ ഒരു 5 പ്രാവശ്യം 10,000 രൂപയ്ക്ക് ഗിയർ റെന്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു 6 പ്രാവശ്യം റെന്റ് ചെയ്തു, 7 പ്രാവശ്യം റെന്റ് ചെയ്തു. ആ റെന്റ് പൈസ ഉണ്ടായിരുന്ന നിനക്കിപ്പം ഒരു പുതിയ സൂട്ട് ഉണ്ടായിരുന്നേന് അറ്റ്ലീസ്റ്റ് നിനക്ക് ഒരു 50,000 രൂപയിൽ മുടക്കേണ്ടി വരും ഒരു ഫുൾ പീസ് ലെതർ സൂട്ടിന്. ഓക്കെ. മിനിമം. അത് ഏറ്റവും കുറഞ്ഞതാ? ഏറ്റവും കുറഞ്ഞതാ. കുറഞ്ഞതെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഏറ്റവും ഒരു അഫോർഡബിൾ സാധനം. സേഫ്റ്റിയിൽ അങ്ങനെ എല്ലാത്തിനും കോംപ്രമൈസ് ഇല്ല. കംഫർട്ട്, ലൈറ്റ്നെസ്, സേഫ്റ്റിയിലും ഉണ്ട് അഡ്വാൻസ്ഡ് സേഫ്റ്റി സിസ്റ്റംസ്. പക്ഷേ ഒരു സൂട്ട് നീ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഉണ്ടാവും. ട്രാക്കിൽ നമുക്ക് വേണ്ട ഒരു സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഉണ്ടാവും, അത് പ്രൊവൈഡ് ചെയ്യും. അതൊന്ന് അങ്ങനെ സൂട്ട്, ഗിയേഴ്സ്, ഗ്ലൗസ്, ഹെൽമെറ്റ്, ഇതിനൊക്കെ എങ്ങനെ കോസ്റ്റ് വരുന്നതും ഇതൊക്കെ ഏറ്റവും ബെയർ മിനിമം ആയിട്ടുള്ള എത്രയാണ് ഇതിന്റെ പരിപാടികളൊക്കെ? അപ്പം ഞാൻ നോക്കിയത് ഏറ്റവും പൈസ കുറഞ്ഞ് കിട്ടുന്നതിനേക്കാളും പൈസ കുറഞ്ഞ് അവിടെ കിട്ടുമെന്ന് നോക്കിയിട്ടാണ് ഞാൻ സൂട്ട് വാങ്ങിക്കാൻ പോയത്. എൻ്റെ സൂട്ടിന് എനിക്കൊരു 50 രൂപ ആ റേഞ്ചിലായിട്ടുണ്ട് മിനിമം. സൂട്ട് മാത്രം, ലെതർ സൂട്ടിന് മാത്രം. അപ്പം അത് ലെതറാണ്, ഫുള്ള് ലെതറാണ് ആ സാധനം. അതിനകത്ത് പാഡിങ്സ് ഉണ്ട്, അപ്പം സ്ലൈഡേഴ്സ് ഉണ്ട്. അപ്പം വീണ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം റൈഡറെ സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ് സാധനം. പിന്നെ വരുന്നതാണ് ബൂട്ട്. ബൂട്ടിന് നിനക്ക് ഒരു മിനിമം 20,000 രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും. മിനിമം. ഏറ്റവും കുറഞ്ഞ വിലകളാണ് ഞാൻ പറയുന്നത്. 20 തൊട്ട് 75, 80, 1 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്ന ബൂട്ടുകളുണ്ട്. ബൂട്ട് മാത്രം. അത് മറ്റേതാണ് ആൽപൈൻ സ്റ്റാർ കൂടിയ സാധനങ്ങളാണ്. 75,000, 80,000 രൂപ വരെയൊക്കെ പ്രൈസ് വരുന്ന ബൂട്ടുണ്ട് ഇന്ത്യയിലാണ്. ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സൂട്ടുകളും ബൂട്ടുകളും എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ചാണ്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞ 20,000, 30,000, 40,000 കിട്ടുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. എനിത്തിങ് ഇമ്പോർട്ടഡ് നീ അതൊരു 30 മണ്ടയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി പ്രൈസ്. അല്ല, നമുക്കിത് പർച്ചേസ് ചെയ്യാൻ കിട്ടുമല്ലോ. ഇല്ല, പർച്ചേസ് ഇന്ത്യ പർച്ചേസ് ചെയ്യാം, കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. കടകൾ വളരെ ലിമിറ്റഡ് ആണ്.
പക്ഷെ വാങ്ങിക്കാം നിനക്ക്. ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് സാധനം കിട്ടും. കേരളത്തിലുണ്ടോ? കേരളത്തിൽ കല്ലൂർ ഓട്ടോക്യൂനിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അവിടെ അധികം വെറൈറ്റീസ് അതൊന്നും ഇല്ല, കാരണം ഇവിടെ ഒന്നും ആർക്കും ഈ സാധനമൊന്നും വേണ്ട. കൂടുതലും ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ ആയിട്ടുള്ളതാണ് കൂടുതൽ ഈ സാധനം കിട്ടുന്നത്. ബൂട്ടായി, സൂട്ടായി, ഗ്ലൗസും ഈ പറഞ്ഞ പോലെ മിനിമം ഒരു 6500-7000 രൂപയുടെ പ്രൈസിൽ വരും. ഫുൾ ഗോൺലെറ്റ്, നമ്മൾ റോഡിൽ ഓടിക്കുന്ന ഗ്ലൗസ്. അതൊരു റേസിംഗ് ഗ്ലൗ അല്ല, ഫുൾ ഗോൺലെറ്റ് തന്നെ വേണം, നിർബന്ധമാണ്. ഒരു ഫുൾ ഗോൺലെറ്റ് ഗ്ലൗസിന് എത്ര വില? അപ്പം നീ പ്രാക്ടീസിനൊക്കെ ഇറങ്ങുവാണെങ്കിൽ നിനക്ക് റൈനോക്സിൻ്റെയും അല്ല വൈറ്റേരുടെ ഒക്കെ നമ്മൾ വാങ്ങിക്കുന്ന ആ ഗ്ലൗസ് തന്നെ ധാരാളമാണ്. പക്ഷെ റേസിന് നീ പോകണമെന്നുണ്ട് ഒരു നല്ല റേസിംഗ് ഗ്ലൗസ് തന്നെ വാങ്ങിക്കുന്നതാണ് ഏറ്റവും സേഫ്. അല്ല, അവർക്ക് ഒരു ഫുൾ ഗോൺലെറ്റ് മതി. അതെ, ഫുൾ ഗോൺലെറ്റ്. ഈ മറ്റേ ഈസി അപ്രോഡ് ഒരു ഫുൾ ഗോൺലെറ്റ് മതി. അത് നമുക്ക് ഒരു 6000 രൂപ 6500 രൂപയ്ക്കൊക്കെ ഈ വൈറ്റേര മറ്റേ റൈനോക്സ് ഗിനോക്സ് എല്ലാം കിട്ടും. നല്ല ഒരു പക്ഷേ നല്ലൊരു റേസിംഗ് അതിന് ആ ഒരു 6000 തൊട്ടിട്ട് 24,000 രൂപ വരെയൊക്കെ പ്രൈസ് വരും. ഗ്ലൗസ് മാത്രം. പിന്നെ പെർ ഡേ അല്ല, പോരട്ടെ അങ്ങനെ. കിരീടത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഈസി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹോമോളഗേറ്റ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് വേണം. അതിൽ ഈ പറഞ്ഞ പോലെ സെക്കൻഡറി വൈസറോ കാര്യങ്ങളൊന്നും പാടില്ല. ഞാൻ ആദ്യം GT കപ്പിന്റെ പ്രാക്ടീസിന് ഇറങ്ങിയത് അല്ലെങ്കിൽ സെലക്ഷൻ എല്ലാം പോയത് എൻ്റെ MT കൊണ്ടാണ്. MT ടാർഗോ. അതിന് 7,000-8,000 രൂപ വില വരുന്നൊരു ഹെൽമെറ്റാണ്. പക്ഷേ റേസിന് പോയപ്പോഴത്തേക്ക് നമുക്ക് ആ റേസ് ഹെൽമെറ്റ് തന്നെ വേണം, അല്ലെങ്കിൽ ഭയങ്കര സേഫ്റ്റി കോംപ്രമൈസ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആരും അങ്ങനെ അത് അനുവദിക്കാറുമില്ല. അതുകൊണ്ട് ആ ഹെൽമെറ്റ് 3 വർഷത്തിന് മുകളിൽ പഴക്കം ഉണ്ടായിരിക്കാനും പാടില്ല. അങ്ങനുണ്ട്. അത് ചെക്ക് ചെയ്യുക, ഒരു മാനുഫാക്ചറിംഗ് ഡേറ്റ് നോക്കും. അത് നീ വാങ്ങിച്ചിട്ട് 3 വർഷം എന്നല്ല, ഫ്രം ദ ഡേ ഓഫ് മാനുഫാക്ചറിങ് ആ ഹെൽമെറ്റ് 3 വർഷത്തിനുള്ളിലായിരിക്കും. കാരണം അല്ലെന്നുണ്ടെങ്കിൽ റേസിംഗിൽ അത് ഭയങ്കര റിസ്ക് ആണ്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചാമ്പ്യൻഷിപ്പിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് KYTയുടെ NC റേസ്. അതൊരു 35 രൂപ റേഞ്ചിൽ വരുന്ന ഹെൽമെറ്റാണ്. ട്രൈ കോമ്പോസിറ്റ് ആണ്, കാർബൺ ഫൈബറിൻ്റെയും കെവലാറിൻ്റെയും ഫൈബർ ഗ്ലാസിൻ്റെ മിക്സിലുള്ള ഒരു ഏറ്റവും കുറഞ്ഞ ഒരു സാധനം, അഫോർഡബിൾ ഹെൽമെറ്റ് ആണ്. പിന്നെ LS2ൻ്റെ മോഡൽസ് ഒക്കെ ഉണ്ട്, പക്ഷേ അതെല്ലാം LS2ൻ്റെ MTയുടെ KRE+ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ഹെൽമെറ്റ്സ് ആണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ, നമുക്ക് ചുമ്മാ കയ്യിലുള്ള ആക്സറും വെച്ചുകൊണ്ട് റേസിന് ഇറങ്ങാൻ പറ്റത്തില്ല. ഇതുപോലൊരു സാധനം എടുക്കണം. അപ്പോൾ തന്നെ എല്ലാം കൂടെ നീ കൂട്ടി. ഹെൽമെറ്റിന്റെ ഒരു പീക്കിൽ എത്ര പോകും? ഹെൽമെറ്റ് പീക്ക് അങ്ങ് പോകും 1.5 ലക്ഷം 2 ലക്ഷത്തിനടുത്ത്. 1.5 ലക്ഷം 2 ലക്ഷം ഹെൽമെറ്റിന്റെ വരുമ്പോഴും ഈ 35,000 രൂപ ഹെൽമെറ്റും വരുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് സേഫ്റ്റിയിൽ. അത് ഫുള്ളി കാർബൺ ഫൈബർ ആയിരിക്കും. അതിനകത്ത് ഇമ്പാക്ട് റെസിസ്റ്റൻസ്, അതുപോലെ കംഫർട്ട് പ്ലസ് സേഫ്റ്റി ആണ്. അത് അതുപോലെ എഞ്ചിനീയർ ചെയ്തൊരു സാധനമാണ്. MotoGPയിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. സോ നിനക്ക് 300+ കിലോമീറ്റർ സ്പീഡ് ചെയ്യുന്ന ഒരു ക്രാഷ് ഉണ്ടായാൽ പോലും നിന്നെ സേഫ് ആക്കാൻ പറ്റുന്ന പോലത്തെ ഹെൽമെറ്റ്സ് ആണ്. സോ അതുപോലെ അതിന് പൈസയാവും. അതാണ്. അപ്പോൾ സേഫ്റ്റി ഇപ്പം നീ നോക്കിയാൽ പ്രൊഫഷണൽ റേസേഴ്സ് എല്ലാം നല്ല ഗിയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും. കാരണം അവരുടെ സ്കില്ല് പുഷ് ചെയ്യുന്നുണ്ട്, ബൈക്ക് പുഷ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് അവർ ഫാസ്റ്റർ ആവുന്നുണ്ട്. സോ ഇമ്പാക്റ്റും അവർക്ക് അതിനനുസരിച്ച് കുറഞ്ഞ് കിട്ടണം. അവർക്ക് അടുത്ത റേസ് ഓടിക്കണം. അതാ അവർക്ക് ആ മൈൻഡ് ഉണ്ട്. ഇത് ഓടിച്ച് തളർന്ന് കിടന്നാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യും. സീരിയസ് ഒരാളാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് എത്രത്തോളം നമുക്ക് വില കുറച്ചൊരു നല്ല സാധനം കിട്ടാൻ പറ്റുന്നതുകൊണ്ട് അത് റിസർച്ച് ചെയ്തിട്ട് എടുക്കുക. കുറച്ച് സമയം എടുക്കും. നമ്മൾ ഇച്ചിരി കുത്തിയിരുന്ന് തപ്പേണ്ടി വരും, ആളുകളോട് ചോദിക്കേണ്ടി വരും, എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഒരു 1 ലക്ഷത്തിന്റെ അടുത്തോളം ആയി. 1 ലക്ഷത്തിന്റെ അടുത്തോ? ബേസ് ഗിയേഴ്സ് 1.5 ലക്ഷം രൂപയിലും വരും. ആ 30ന്റെ ഹെൽമെറ്റ് അല്ല 30 അല്ല 35 ഹെൽമെറ്റ്, അതിൻ്റെ കൂടെ ഒരു 6 ഗ്ലൗസ്, അപ്പൊ തന്നെ ആയ 40. ബൂട്ടിന് ഒരു 20. എത്രയായി? 8 നല്ലത് 60 പിന്നെ സൂട്ട് കൂട്ടിക്കോ 50. 1.10 1 ലക്ഷത്തിന് മേലെ പോയി. മിനിമം 1.25 ലക്ഷം രൂപയിലും സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 1.25 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് സൂട്ടും മേടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ റേസിൽ ഇറങ്ങി. ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട്? റേസിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ റേസ് ഓടിക്കാൻ പോവാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അവിടുത്തെ കാര്യങ്ങൾ നിനക്ക് നിന്റെ ലൈസൻസ് നിന്റെ ഇതെല്ലാം അവർ നോക്കും. റേസിന് ഇറക്കും, ഗ്രിഡിൽ പോയി നിൽക്കും, റേസ് സ്റ്റാർട്ട് ചെയ്യും, ഓടിക്കും. 6 ലാപ്പ് ആയിരിക്കും, 5 ലാപ്പ്, 8 ലാപ്പ്, ഡിപ്പെൻസ് ഓൺ കാറ്റഗറി. പറ്റി പറയണം. അതാണ് അതങ്ങനെ ചോദിക്കണ്ടേ, അല്ലാണ്ട് അവിടെ നീ ഫിറ്റ് ആയിരിക്കണം. അത് നിർബന്ധമൊന്നുമില്ല. നിനക്ക് ജയിക്കണേ നീ ഫിറ്റ് ആവണം. അത് നീ പറഞ്ഞു വരണം. കായൻ പട്ടേലൊക്കെ കണ്ടില്ലേ, എന്തോ വണ്ണം വെച്ചിട്ടാണ് പോകുന്ന. അത്രയും ഇയേഴ്സ് ഓഫ് റേസിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളിക്ക്. നീ ഒന്ന് ആലോചിക്കുക. നിനക്ക് ഇപ്പൊ ലാസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഞാൻ TVS ഓടിച്ച സമയത്ത് ചാമ്പ്യനായ ശരൺ, എന്നെക്കാളും ശരൺ 18 കിലോയോളം കൂടുതലാണ്. അതിന്റെ എഫക്റ്റ് എവിടെ വരുന്നത്? സ്ട്രെയിറ്റ് ലൈൻസ് വരുമ്പോഴത്തേക്ക് എനിക്ക് ശരണിനേക്കാളും 5 കിലോമീറ്ററിന് മേളിൽ ടോപ്പ് സ്പീഡ് കൂടുതൽ കയറാൻ പറ്റും. അവിടാണ് ആ വ്യത്യാസം വരുന്നത്. നീ ഫിറ്റ്, അത് മാത്രമല്ല
നീ ഫിറ്റ് അല്ല, നീ ഇങ്ങനെ ഇരിക്കുന്നിരിക്കും. ഇന്ന് വൈകിട്ട് നീ ചായയും 3 വടയും ഒരു ബോണ്ടയും കഴിച്ചിട്ട് ഇരുന്നിരുത്തന്നെ, നാളെ നിനക്ക് റേസ് ഉണ്ട്, നീ റേസ് ചെയ്ത് കഴിഞ്ഞാൽ നീ അവിടെ നടക്കത്തില്ല. കാരണം നിനക്ക് അതുപോലെ എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു പരിപാടിയാണ് റേസിംഗ്. കാണുമ്പോൾ വണ്ടിയുടെ മണ്ടയ്ക്കല്ലേ നമ്മളിരിക്കുന്നത്, വണ്ടിയുടെ മണ്ടയ്ക്കല്ലേ നമ്മളിരിക്കുന്നത്, വണ്ടിയല്ലേ ഓടുന്നത്, നമ്മൾ ഇരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കില്ല. അല്ല സുഖമാ. ഞാൻ പറയാം, എൻ്റെ ഒരു അനുഭവം പറയാം. GT കപ്പിന് ഫസ്റ്റ് റൗണ്ട് ചെന്നൈയിലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആ ചെന്നൈയിലെ ട്രാക്കിൽ ഓടിക്കുന്നത്, MRTയിൽ. എനിക്ക് പനി ഉണ്ടായിരുന്നു തലേദിവസം. അന്നും എനിക്ക് ചെറിയ പനി ജലദോഷം പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി റേസ് എങ്ങനെയൊക്കെയോ ഞാൻ ഓടിച്ചു തീർത്തു. GT ഓടിക്കാൻ 2 ലാപ്പ് കഴിയുമ്പോൾ നിന്റെ അട്ടപ്പ് തെറിക്കും. അതുപോലെ അത് ഹെവി ബൈക്കാണ്, അതുപോലെ നിനക്ക് ഫിസിക്കലി ഡിമാൻഡിങ് ആണത്. ഫിസിക്കലി ഡിമാൻഡിങ് ആണ്. ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ദൈവമേ ഇതെങ്കിലും തീർത്താൽ മതിയായിരുന്നേ എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ ടാങ്കിൽ അള്ളി പിടിച്ചായിരുന്നു റേസ് ഫിനിഷ് ചെയ്ത് ഞാൻ പിറ്റിൽ വന്ന് വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കാല് തറട്ട് എൻ്റെ കാര്യം കടകടാന്ന് വിറയ്ക്കുക. എന്തോ ഭാഗത്തിന് അവർ പെട്ടെന്ന് വന്ന് എൻ്റെ വണ്ടി വാങ്ങിച്ച് പാടൊക്കെ വെച്ച് ഞാൻ ഇറങ്ങി നടന്ന് ഒരു കസേരയുടെ അടുത്ത് ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ബ്ലാക്ക് ഔട്ടായി. ഞാൻ ഒരു 5 മിനിറ്റ് കൂടുതൽ ബോധമില്ലാണ്ട് ഇങ്ങനെ കസേര ഇരിക്കുക. അപ്പോൾ കാണുന്നൊരു വേഗം ഞാൻ ഉറങ്ങുമായിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ കസേര ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ശരൺ വന്ന് എന്നോട് എന്തൊക്കെ സംസാരിച്ചപ്പോഴാണ് ഞാൻ വീണ്ടും കോൺഷ്യസ് ആയത്. കാരണം എൻ്റെ ബോഡി അതുപോലെ വീക്കായി. എൻ്റെ ദേഹത്തുണ്ടായിരുന്ന ഇലക്ട്രോലൈറ്റും വാട്ടറും എല്ലാം ഞാൻ ഡീഹൈഡ്രേറ്റ് ആയി. മൊത്തത്തിൽ എൻ്റെ ബോഡി ബ്ലാക്ക് ഔട്ടായി. ഇത് ഓർത്തോണം, ഇത് ഇവന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതിൻ്റെ അവസ്ഥയായത്. അതുപോലെ ഡിമാൻഡിങ് ആണ്. അത് അനീഷിനെയൊക്കെ അല്ലാതെ ഏത് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ അവരെ നോക്കിയാൽ മതി. അവർ ഒരു ചാമ്പ്യൻഷിപ്പിന് മുന്നേ അവരുടെ പ്രിപ്പറേഷൻസ് നീ കാണാം, എന്തൊക്കെ അവർ സാക്രിഫൈസ് ചെയ്യുന്നത് നീ കാണണം. ഫുഡില്, ഫിറ്റ്നസ്സില്, പിന്നെ എന്താ പറയുക ഡിസിപ്ലിൻ ആയാൽ മാത്രമേ നിനക്ക് നേരിട്ട് കണ്ടിട്ടില്ല. നീ ഒരു നാഷണൽ ചാമ്പ്യൻ ആവണമെന്നുണ്ടെങ്കിൽ നീ അതുപോലെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം ഈ കാര്യങ്ങളിൽ. അല്ലാണ്ട് നിനക്ക് വെറുതെ പോയി അടിക്കാന്നുള്ളതൊക്കെ മോഹമാണ്. ഈ ആളുകൾ തന്നെയാണ് ഏഷ്യ റോഡ് റേസിംഗിൽ പോകുന്നത്. തായ്ലൻഡിൽ നിന്നും മലേഷ്യയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഒക്കെയുള്ള റൈഡേഴ്സ് തന്നെ. വൺ ടഫാണ് ആ കോമ്പറ്റീഷൻ. അടിച്ചു തന്നെ ഇവിടെ അവസ്ഥ എന്താണ്? അവിടുത്തെ കൾച്ചർ അല്ല ഇന്ത്യയിലെ കൾച്ചർ. അവിടെ കുറച്ചും കൂടെ റേസിങ്ങിനും ഈ മോട്ടോർ സ്പോർട്സിനും ഒക്കെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതുപോലുള്ള ട്രെയിനിങ് കിട്ടിയ ആളുകളാണ് അവർ. അതുപോലെ അവിടുത്തെ അത്ര വലിയ ട്രാക്കുകളിൽ ഓടിച്ച്, നമ്മുടെ ഇവിടുത്തെ ഈ ട്രാക്കിൽ ഓടിച്ചിട്ട് മലേഷ്യയിലെ ട്രാക്കിൽ പോയി ഓടിക്കുമ്പോഴത്തേക്ക് നീ ആനയെ ആടുന്ന നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. എന്ത് ചെയ്യണമെന്ന് ഇവിടെ ഉള്ളത്. പിന്നെ അത് പ്രാക്ടീസിലൂടെ. പക്ഷെ അവിടെ ആ ടൈം അവിടെ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് പോകുന്ന അങ്ങനെയൊക്കെയാണ്. എന്നിട്ടും നല്ലപോലെ ഫൈറ്റ് ചെയ്യണം. അൽവിൻ സിബിയറൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. അപ്പം അതാണ് അതിൻ്റെ ഒരു സൈഡ്. എക്സ്ട്രീം ഫിറ്റ് ആയിരിക്കണം ഇഫ് യു ആർ ഇൻ ടു സീരിയസ് റേസിംഗ്. നീ അതെല്ലാം നിനക്ക് ജസ്റ്റ് ട്രാക്കി വണ്ടി ഓടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇതൊന്നും വിഷയമല്ല. അല്ല, നമ്മളിപ്പോൾ സീരിയസിലേക്ക് കയറിയല്ലോ. റേസിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാര്യമായിട്ട് സൂട്ടും ഗിയറും എല്ലാം മേടിച്ചിട്ട്. അപ്പം ഈ സാധനങ്ങളൊക്കെ നിനക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒരു ഡൗൺ സൈഡ് ആണ്. ഇപ്പം നീ 30,000 രൂപയുടെ ഹെൽമെറ്റ് വാങ്ങിച്ച് അങ്ങോട്ട് ഇറങ്ങി ആദ്യത്തെ റൗണ്ടിൽ തന്നെ നീ തലയടിച്ച് വീണ് കഴിഞ്ഞാൽ ആ ഹെൽമെറ്റ് പോയി. അടുത്ത 30 നീ വാങ്ങിക്കണം. അത് ലൈക്ക് നീ ക്രാഷ് ആയി കഴിഞ്ഞാൽ നിന്റെ ഹെൽമെറ്റ് ലൈക്ക് തറ തട്ടി അടിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവർ ആദ്യം നോക്കും. ട്രാക്കിലെല്ലാം CCTV ഉണ്ട്. റേസ് കൺട്രോളിന് ഒരു പൊടി പറഞ്ഞാൽ അറിയാൻ പറ്റും അവർക്ക്. അപ്പോൾ നീ തറയിലടിച്ച് വീണിട്ടുണ്ടോ എന്നുള്ളത് അവർ നോക്കും. ഹെൽമെറ്റ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രൂട്ടണിയുടെ ആൾ വന്നിട്ട് നിന്നെ സ്ക്രൂട്ടനൈസ് ചെയ്യും. നീ ഹെൽമെറ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, അത് അകത്തോട്ട് അതിൻ്റെ ഇമ്പാക്ട് കിട്ടിയ ഹെൽമെറ്റിൻ്റെ അത് പോയെന്നുള്ളത്. അങ്ങനെ പോയി എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ റേസ് ഹെൽമെറ്റ് അവർ പറ്റൂല, പിന്നെ യൂസ് ചെയ്യാൻ പറ്റൂല. പുതിയ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ. പിന്നെ മറ്റേ 3 വർഷത്തെ ഒന്നുമില്ല, പോയി ആ ഹെൽമെറ്റ് പോയി. നോർമൽ ഹെൽമെറ്റ് താഴെ വീണാൽ അതിൻ്റെ ഇത്. പക്ഷെ നമുക്കത് റോഡിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളൊന്നും താഴെ വീണെല്ലാം പൊടി തട്ടി എടുത്ത് വെച്ചുകൊണ്ട് ആരും നമ്മളെ റെസ്ട്രിക്ട് ചെയ്യാനില്ല. റേസിൽ അത് നടക്കത്തില്ല. അത് പോയി. അല്ലല്ല, ഇപ്പം നിന്റെ സൂട്ടാണേലും സൂട്ട് നീ വീണു ഒരഞ്ഞു വിഷയമൊന്നുമില്ല. ഒരഞ്ഞ് കീറി വേർപെട്ട് കഴിഞ്ഞാൽ നിനക്ക് ആ സൂട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് പിന്നെ നീ ഒന്നുകിൽ അത് റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാം. അതായത് വിട്ടിരിക്കാൻ പറ്റത്തില്ല. സൂട്ട് എപ്പോഴും ഇൻടാക്ട് ആയിരിക്കണം. അല്ലാതെ ഒരു ഹോളൊന്നും കാണാൻ പാടില്ല. അങ്ങനത്തെ കീറലും തുന്നലാവാം, കീറി പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഫുൾ കവേർഡ് ആയിരിക്കണം നിന്റെ ബോഡി. ഗ്ലൗസും അത് തന്നെയാണ്. ഗ്ലൗസ് ഇങ്ങനെ ഒരഞ്ഞ് കീറി കീഴ്ത്തൊക്കെ വീണ് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബൂട്ടിന് അങ്ങനെ വലിയ അതുപോലത്തെ ഡാമേജസ് ബൂട്ടിന് സംഭവിക്കാറില്ല. ഇല്ല, യൂഷ്വലി നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഹെൽമെറ്റ് ആണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ TVS ആണെന്നുണ്ടെങ്കിൽ എയർ ബാഗ് കൊടുക്കുന്നുണ്ട്. അൽപൈൻ്റെ എയർ ബാഗ് സിസ്റ്റം കൊടുക്കുന്നുണ്ട്. സോ കുറച്ചും കൂടെ അതിനൊക്കെ അകത്തോട്ട് ഇമ്പാക്ട് ഇട്ടാതൊക്കെ ഇരിക്കും. അവർ ഒഴിച്ച് കഴിഞ്ഞാൽ അത് തന്നെ ബേസ്റ്റ് ആവും. പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ അത് ഇതാവും, ക്യാനിസ്റ്റർ മാറ്റിയിടും. അത് കുറച്ചും കൂടെ സേഫറാണ്. പിന്നെ ഈ സൂട്ടിൻ്റെ എല്ലാം കാര്യം പറഞ്ഞാൽ അതൊന്നും ഞാൻ വിട്ടുപോയി. അകത്ത് നമ്മൾ ഇടുന്ന ചെസ്റ്റ് ആൻഡ് ബാക്ക് പ്രൊട്ടക്ടർ നമ്മൾ ചുമ്മാ ഇതിൽ വെക്കുന്നത് ഫോം അല്ലെങ്കിൽ ലെവൽ 2 പ്രൊട്ടക്ടർ ലിറ്ററലി ഹാർഡ് പ്രൊട്ടക്ടേഴ്സ് ഉണ്ട്. സ്പൈൻ പ്രൊട്ടക്ടറും ചെസ്റ്റ് പ്രൊട്ടക്ടറും ഉണ്ട്. അത് നമ്മൾ സൂട്ടിനകത്ത് വെയർ ചെയ്തേ പറ്റത്തുള്ളൂ റേസ് ടൈമിൽ. അത് നീ പറഞ്ഞ പോലെ ഒരു 10,000 രൂപ മുതൽ 20,000 രൂപ വരെയൊക്കെ ഉള്ളിൽ കൂടെ കിട്ടൂല. സൂട്ടിൻ്റെ കൂടി നിനക്ക് ബേസിക് പാഡിങ്സ് കിട്ടും. ഷോൾഡറിലും എൽബോസിലും മുട്ടിലും ഇവിടുമൊക്കെ അതവിടെ ഉണ്ട്. അതിന് പുറത്ത് നീ ഒരു ഹാർഡ് പാഡിങ് നീ ഇട്ടേ പറ്റത്തുള്ളൂ സ്പൈനിനും ചെസ്റ്റിനും വേണ്ടി. അപ്പോൾ അത് എക്സ്ട്രാ പോയി അത് എക്സ്ട്രാ വാങ്ങിക്കണം. അപ്പോൾ അത് ഞാൻ കണക്ക് കറക്റ്റായില്ലേ? 1.25. ഇപ്പോൾ കറക്റ്റായി.
അതാ ഞാൻ പറഞ്ഞു, എനിക്കറിയാം. മിനിമം. കാരണം ഇത് കഴിഞ്ഞിട്ട് ഈ റേസ് ചെയ്തിട്ട് പെടതല്ലി വീണ് ഇതെല്ലാം കീറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് മേടിക്കണം. അത് അവിടെയാണ് അടുത്ത എക്സ്പെൻസ് ഇറങ്ങുന്നത്. നീ ഒരു റേസ് ഒരു എൻ്റയർ ഒരു സീസൺ പോലും കഴിഞ്ഞിട്ടില്ല, ഫസ്റ്റ് റേസ് കഴിഞ്ഞേ ഉള്ളൂ. അത് ഇനി അടുത്ത 3 മാസം കൊണ്ട് ഫസ്റ്റ് റേസ് വീഴാതിരിക്കുക, സീസൺ മൊത്തം വീഴാതെ ഓടിക്കുക. സീസൺ മൊത്തം വീഴാതെ ഓടിക്കുക, തോറ്റാലും കാര്യമില്ല വീഴാതെ ഓടിക്കുക. പൈസ ഇല്ലെങ്കിൽ ദരിദ്രത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു സീസൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അറ്റ്ലീസ്റ്റ്. വൻ രീതിയിൽ എക്സ്പെൻസിന്റെ പേട്ടയാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്, ഇറ്റ്സ് ആൻ എക്സ്പെൻസീവ് സ്പോർട്ട്. പൈസ പൊട്ടിക്കാൻ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഈവൻ അത് ഹേർട്ട് ആവുമെങ്കിൽ പോലും പറ്റുള്ളൂ, അത് ചെയ്യാനൊരു കുറുക്ക് വഴി ഇല്ല എന്നുള്ളതാണ്. എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. നിങ്ങൾ അവിടെ ഇവിടെ ഒക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതെ, അവരെ നിങ്ങളതെല്ലാം മാനേജ് ചെയ്യേണ്ടി വരും. അത്രയ്ക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഇതിലോട്ട് പോകും. ട്രാക്ക് റൈഡിങ് ആണെങ്കിൽ ട്രാക്ക് റൈഡിങ്ങിന് ഇതൊന്നുമില്ല, ചുമ്മാ പോയി. GT-യുടെ സമയത്താണെങ്കിൽ തന്നെ ഒരു ചില റേസ് ഒക്കെ ചില കാരണത്താൽ ട്രാക്ക് കിട്ടാതെ വന്ന് പറഞ്ഞ ഡേറ്റിൽ ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു ദിവസം ജോലി ചെയ്യുന്നവർക്ക് വരുന്ന ബുദ്ധിമുട്ട് എക്സ്ട്രീമെന്റിലാണ്. ഞങ്ങൾക്ക് പിന്നെ പണിയില്ല, നാളെയാണോ എന്നാൽ വരുവാ ചേട്ടാ എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങും. പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനെയല്ല, ഓരോ ഡെയിലി ലൈഫിൽ അവരുടെ ജോബ്സിന് 9 to 5 ജോബ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം മാനേജ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക. അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് വരും, അത് ഹാൻഡിൽ ചെയ്യാൻ മെൻ്റലി പ്രിപ്പയർ ആയിരിക്കണം. ബോസിൻ്റെ വായന തന്തയ്ക്ക് വിളി കേട്ടിട്ടാണെങ്കിലും റേസിന് പോകണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അങ്ങനെ വരുന്നവരുണ്ട്. അങ്ങനെ വരുന്നവരുണ്ട്, അങ്ങനെ വരുന്ന ഒരുപാട്. അങ്ങനെ അതൊരു പോയിന്റ്. ട്രാക്ക് ഡേയ്സ് ചെയ്യണമെന്ന് ഞാൻ പറയാം എല്ലാവരും. നിങ്ങൾ മിനിമം ആ ഒരു 35 മുടങ്ങി നിങ്ങൾ അത്രയ്ക്ക് ഒരു എന്തൂസിയാസ്റ്റിക് റൈഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റേസ് ഒന്നും ചെയ്യാൻ നിങ്ങളുടെ ജന്മത്തിൽ നിങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ ട്രാക്ക് ഡേയ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ആവും. റോഡ് യൂസ് ചെയ്യാം, ഭയങ്കര യൂസ്ഫുൾ ആണ്. നീ ഒരിക്കൽ ട്രാക്ക് ഡേ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റോഡിൽ നീ ഡബിൾ കോൺഫിഡൻ്റ് ആയിരിക്കും. അത് നീ സ്പീഡിൽ പോകുന്നോ കോണർ മുട്ടരെ ഒന്നും അല്ല ട്രാക്ക് റൈഡിങ് അല്ല എന്നുണ്ട് റേസിംഗ് എന്ന് പറയുന്നത്. അതാണ് എല്ലാവർക്കും വേണ്ടത്. ഞാൻ ട്രാക്കിൽ പോയി എനിക്ക് മുട്ട വരച്ചിട്ടുണ്ട് പാട് കിടക്കാം, അതല്ല. റോഡിൽ വന്നിട്ട് അങ്ങനെ ചെയ്യാനേ പറ്റത്തില്ല നമുക്ക്. പക്ഷെ നിങ്ങൾ ആസ് എ റൈഡർ റോഡിൽ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കും, സേഫ് ആയിരിക്കും. നിങ്ങൾ ഭയങ്കര റെസ്പോൺസിബിളും കൂടെ ആവും ട്രാക്കിൽ ഓടിച്ചു കഴിഞ്ഞാൽ. കാരണം നിങ്ങൾക്ക് പിന്നെ നിങ്ങളോട് വേറൊരുത്തൻ റേസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും, ഞാൻ എന്തിനാണ് ഇവനോട് റേസ് ചെയ്യേണ്ടത്, ഇവൻ ഇവിടെ കിടക്കുന്നു, ഞാൻ ഇവിടെ കിടക്കുന്നു, എനിക്ക് സുഖമായിട്ടാണ് വേണേൽ ബീറ്റ് ചെയ്യാം. പക്ഷെ അതിവിടെ അല്ല, ട്രാക്കിലാണ്. ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ വരും. ട്രാക്കിലാണ്, പുള്ളിക്ക് അതറിയാം, പുള്ളി അതുകൊണ്ടാണ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്. അതൊരിക്കൽ നിങ്ങൾ ട്രാക്ക് ഡേ അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു ബോധം വരത്തുള്ളൂ. അതുവരെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ റോഡിലെ വലിയ നമ്മൾ റൈഡറാണ്, നമ്മൾ വെറുതെയാണ്. അതൊന്നും ട്രാക്ക് ഡേ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അഹങ്കാരവും നമ്മുടെ അകത്തെ ആ ഒരു ഇതെല്ലാം കൂടെ ഇറങ്ങിപ്പോയിട്ട് നമ്മളൊന്നും അല്ല എന്നുള്ളൊരു ഫീലിംഗ് വരും. പിന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ആ സ്കിൽസ് ഷാർപ്പനാക്കാനായിരിക്കും. സോ അതാണ് ട്രാക്ക് ഡേയ്സ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഒരു 40 രൂപ നിങ്ങൾ നിങ്ങളുടെ സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ മുന്നോട്ട് ബൈക്ക് ഓടിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 100% ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഞാൻ 2 ദിവസത്തേക്കുള്ള ഈ 40 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷൻ എൻ്റെ ലൈഫ് ലോങ്ങിലേക്ക്. നീ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുക, പിന്നെ നീ മറക്കുമോ? ഇല്ല. അതുപോലൊരു സംഭവമാണ് ഇതും. ഓക്കെ, നിനക്ക് ആ ലൈൻസ് മനസ്സിലാവുകയാണ്, എവിടെയാണ് ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുകയാണ്, ത്രോട്ടിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവുകയാണ്, നിന്റെ ബോഡി എങ്ങനെ പൊസിഷൻ ചെയ്യണമെന്ന് മനസ്സിലാവുകയാണ്, പ്രോപ്പറായിട്ട് പേട എങ്ങനെ ഉപയോഗിക്കണം. അത് ഒരു ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് നീ മനസ്സിലാകുന്നത്. R15 RC ഒക്കെ വാങ്ങിക്കുന്നവന്മാർ കാണും, അത് വെറുതെ തവള ഇരിക്കുന്നവർ ഇരുന്നങ്ങ് പോകാനുള്ള വണ്ടികളല്ല. ആ വണ്ടികളുടെ ഉപയോഗം എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാകുകയാണ് നിനക്ക് അവിടെ. ഒരു തൂമ്പ കിട്ടിയാൽ നിനക്ക് ആ തൂമ്പയെ പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ അത് തിരിച്ചു പിടിച്ച് കളക്കണോ നേരെ പിടിച്ച് കളക്കണോ എന്ന് അറിയത്തില്ല, ചിലത് തിരിച്ചു പിടിച്ച് തല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും. ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ നീ ഇങ്ങനെയാണ് മണി ഇത് കളക്കേണ്ടതെന്ന്. അപ്പം നിനക്ക് മനസ്സിലാവും, ഓക്കെ ഈ തൂമ്പ എന്തോരം നല്ല തൂമ്പയാണ്, ഈ തൂമ്പ എനിക്ക് എത്ര ബെറ്ററായിട്ട് വെച്ച് കളയ്ക്കാൻ പറ്റും, ഇനി ഇതിനെ ഞാൻ മൂർച്ച കൂട്ടണോ കുറയ്ക്കണോ, ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ മനസ്സിലാകുന്നത്. എനിക്കറിഞ്ഞൂടെ ആ എക്സാമ്പിൾ മനസ്സിലാകുന്നത് വായിന്ന് വന്നതാണ്. അപ്പോൾ അത് ഓക്കെ ശരി തന്നെ. ഇനി ഇപ്പം ഞാൻ റേസ് ചെയ്തു, ഞാൻ ജയിച്ചു, ഇനി എനിക്കിത് ഒരു കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അത് കൂടെ ഫസ്റ്റ് റേസ് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര പൈസ കിട്ടും? പൈസ ഇത് ഞാൻ ചോദിച്ചില്ലല്ലോ. എല്ലാവരും എത്ര കിട്ടുന്നു റേസിങ്ങിനൊക്കെ കിട്ടുന്നുണ്ട്, കുറെ വാരുന്നുണ്ടല്ലോ ഇതിൽ നിന്നുള്ളത്. വെറുതെയാണ്. അത് ഓരോ ചാമ്പ്യൻഷിപ്പുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ പ്രൈസ് മണീസ്. ഒരു കാര്യം എനിക്ക് കറക്റ്റ് അതിന്റെ പ്രൈസ് മണി അങ്ങനൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അത് ഞാനിപ്പോൾ പറയാനും ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം എനിക്ക് പറയാം, അങ്ങോട്ട് നീ 10 ഇട്ടാൽ ചിലപ്പോൾ 5 തിരിച്ചു കിട്ടും, 5 പോലും കിട്ടില്ല, 2 3 കിട്ടും.
അതാണ്. അപ്പം അതിൽ നിന്ന് നിനക്ക് ലാഭം ഉണ്ടാക്കി റേസറായി നീ ലോകം ജയിക്കാന്ന് വിചാരിക്കരുത്. അതൊരു ഹോബിയാണ്. ആ ഹോബിക്ക് വേണ്ടി നീ സ്പെൻഡ് ചെയ്യുന്നതിൽ ചില കുറച്ച് എമൗണ്ട് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ നീ അനീഷിനെ പോലൊക്കെ അത്ര സ്കിൽഡ് ആയിരിക്കണം. ഓട്ടിക്കുന്ന ചാമ്പ്യൻഷിപ്പ് മൊത്തം അടിക്കുന്ന ഒരുത്തരാണെങ്കിൽ നിനക്കൊക്കെ അതിൽ നിന്ന് നിനക്ക് പിന്നെയും നീ അങ്ങോട്ട് ബെനിഫിറ്റ് ഉണ്ട്. എന്നാലും അത് വെച്ചിട്ട് നിനക്കൊരു ആലോചിച്ചോണം എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് ആ ഒരു ബെനിഫിറ്റ് പിടിക്കും. അതാണ് അതൊരിക്കലും നിനക്ക് അതിനെ ഒരു ബിസിനസ് പോലോ അല്ലെങ്കിൽ റേസ് ചെയ്ത് എനിക്ക് ഉപജീവനം നടത്താം എന്ന് വിചാരിക്കരുത്. നടക്കത്തില്ല. അതൊരു ഹോബി അതൊരു ഹോബി പാഷൻ ആണ്. സോ ഇനി ഉപജീവനം ആക്കണമെന്നുണ്ടെങ്കിൽ ഉപജീവനം ആക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം പോയി നല്ലൊരു റേസർ ആവുക, നല്ലൊരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുക. ഒന്നല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര നിങ്ങളുടെ സ്കില്ല് ലോകത്തെ അറിയിക്കുക ചാമ്പ്യൻഷിപ്പുകൾ നേടിക്കൊണ്ട്. എന്നിട്ടൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ ഒബിയസ്ലി നിങ്ങളുടെ അടുത്ത് ആളുകൾ വരും പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്ന ഇപ്പോൾ രജനി കൃഷ്ണൻ ആയിക്കോട്ടെ, അനീഷ് ഷെട്ടി ആയിക്കോട്ടെ, ഒട്ടുമിക്ക എല്ലാ നല്ല റേസേഴ്സും ചെയ്ത് അങ്ങനെയാണ്. അങ്ങനെ നിങ്ങൾക്ക് അതിനെ ഒരു ഉപജീവനമാക്കി മാറ്റാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഡയറക്റ്റ് റേസിൽ നിന്നും നിനക്ക് പൈസ കിട്ടത്തില്ല. പൈസ കിട്ടും, പക്ഷെ അത് തുച്ഛമായ എമൗണ്ടാണ്. നീ അങ്ങോട്ട് മുടക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം മാത്രം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എല്ലാ റേസിന് ഞാൻ കയറിയിട്ട് ഞാൻ എല്ലാം റേസിന് ചാമ്പ്യൻഷിപ്പ് അടിച്ചിട്ടില്ല, ഞാൻ റേസിൽ ചെയ്തിട്ട് എനിക്ക് 3rd പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. അതിന്റെ വാല്യൂ അതിന്റെ എങ്ങനെയാണ് കാര്യങ്ങൾ? പോഡിയം ഫിനിഷർ ആണെന്നുള്ള ഒരു പേര് കിട്ടും, അത്രേ ഉള്ളൂ. പൈസ അതാ പൈസയുടെ കാര്യം ഞാനതാ പറഞ്ഞു. ഫസ്റ്റ് 1, 2, 3 കിട്ടുന്നവർക്ക് പൈസ കൊടുക്കും. റോയൽ എൻഫീൽഡ് ലക്ഷങ്ങളാണോ അല്ല, റോയൽ എൻഫീൽഡ് കേക്ക് റോയൽ എൻഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക് പ്രൈസ് മണി ഉണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ OMC ചാമ്പ്യൻഷിപ്സുകൾക്കും അവർ പ്രൈസ് മണി കൊടുക്കാറുണ്ട്. ലക്ഷങ്ങൾ കിട്ടി നീ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാന്നുണ്ടെങ്കിൽ. അത് എത്ര ലക്ഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 ലക്ഷത്തിനൊന്നും മേളിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കാര്യമായിട്ട്. നീ അത്രയ്ക്ക് പ്രോ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് എല്ലാം കൂടെ ഒരു ചാമ്പ്യൻഷിപ്പ് കഴിയുമ്പോൾ നീ നല്ലപോലെ പെർഫോം ചെയ്തെങ്കിൽ നിനക്കൊരു 4-5 ലക്ഷം രൂപയ്ക്ക് മേളിലോ അല്ല 5 ലക്ഷം രൂപയ്ക്കുള്ളിലൊക്കെ. പക്ഷെ അതിന് മോടിഞ്ഞ GST ആണ്. ഇത് പ്രൈസ് മണി ആയിട്ട് കൂട്ടുന്നോണ്ട് എത്ര പെർസെന്റേജ് ആയിരുന്നു? 30% GST എന്തോ ആണ് അടിക്കുന്നത്. 100 രൂപ കിട്ടിയാൽ 30 രൂപ നിങ്ങൾ ഗവൺമെന്റിന് കൊടുക്കണം. അപ്പൊ നീ ആലോചിച്ചോ, 1 ലക്ഷം കിട്ടിയാൽ 30,000 രൂപ അതിനകത്തുനിന്ന് GST പോകും. അതുപോലാണ് ആ ഫീൽഡ്. എങ്ങനെ 12-8 രൂപ അങ്ങോട്ട് കിട്ടിയപ്പോ കയ്യിൽ വന്നത് 6 രൂപ അല്ല 15 രൂപ അടിച്ചതിന് അതൊന്നും എനിക്ക് 9 രൂപയാണ് കൈ കിട്ടിയത്. സൂട്ട് തന്നെ ഉണ്ട് 1.5 ലക്ഷം 9 രൂപ. ഞാൻ ആ ഒരു റേസ് വീക്കെൻഡിൽ ഞാൻ കോയമ്പത്തൂർ പോയി സ്റ്റേ ചെയ്ത് തിരിച്ചു വന്നതിന് തന്നെ എൻ്റെ അടുത്തുനിന്ന് 10,000 രൂപ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇത്രയാണ് എനിക്ക് കിട്ടിയത്. അതൊരു സാഡ് ട്രൂത്ത് ആണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ഞാനത് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത്. എനിക്ക് അൾട്ടിമേറ്റ്ലി ഈ റേസിംഗ് ചാമ്പ്യൻഷിപ്പിനെല്ലാം പോയി ഞാൻ ഒറ്റ കാര്യം ഉദ്ദേശിച്ചുള്ളൂ. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണം, എനിക്ക് എൻ്റെ സ്കിൽസ് ഷാർപ്പൻ ആക്കണം, എനിക്ക് ഈ ഫീൽഡിനെ പറ്റി കൂടുതൽ പഠിക്കണം. പിന്നെ ആസ് എ ജേർണലിസ്റ്റ് എനിക്കത് വേണം. എനിക്കത് എൻ്റെ ഫീൽഡ് ഇതാണ്. എനിക്ക് കിട്ടാവുന്നതിൻ്റെ അത്രയും സ്കില്ലും സാധനവും എനിക്ക് വേണം. ആ ഒരു ഇതുകൊണ്ട്. അല്ലാണ്ട് അതിനകത്ത് പൈസ നോക്കിയിട്ട് ഞാൻ പോയതോ അല്ലെ ചാമ്പ്യൻഷിപ്പ് അടിച്ച് എനിക്ക് ഞാൻ ചാമ്പ്യനാന്ന് പറയാനോ അതിനൊന്നും അല്ല. അത് ഇറ്റ്സ് ഫൈൻ. പക്ഷേ TVSൻ്റെ നമുക്ക് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. 2 പോയിന്റാണ് നമുക്ക് ചാമ്പ്യൻഷിപ്പ് പോയത്. ബട്ട് നമ്മൾ രസമാണ്. അതെ, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് കഴിയുന്നതോറും. അറ്റ് ദ എൻഡ് കപ്പിൻ്റെ ആ ഒരു ദിവസത്തേക്കുള്ള ആ കപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് നിൻ്റെ ഇത് മുതൽക്കൂട്ട്. വേറെ ആരും ചോദിക്കത്തില്ല നീ അന്നത്തെ ചാമ്പ്യനല്ലായിരുന്നു. അതൊക്കെ മറക്കും ആളുകൾ. അടുത്ത വർഷം ചാമ്പ്യൻഷിപ്പ് വരും, അതിലുണ്ട് കുറേ പോകും. അതാണ്. അപ്പോൾ അങ്ങനെ നിനക്ക് ഒരു എന്താ പറയുക, ഫസ്റ്റ് റേസ് ഒക്കെ ചെയ്തു ചാമ്പ്യൻഷിപ്പും അടിച്ച് നിനക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അത്ര ഒന്നും കിട്ടിയിട്ടില്ല, തിരിച്ചില്ല. അത് മനസ്സിലാക്കുക. ഇതെന്ന് എനിക്ക് കിട്ടും? അങ്ങനെ കിട്ടത്തില്ല. അതിങ്ങനെ നമ്മൾ ആറ്റിൽ ഒഴിക്കുന്ന പോലെ ഒഴുക്കിക്കൊണ്ടിരിക്കും. മാക്സിമം ഈ ഞാൻ പറയുന്ന ഈ ഞാൻ ജയിക്കുകയാണ് എനിക്ക് കിട്ടത്തില്ല. ഇല്ലടാ, എന്നാലും എനിക്കില്ല. നീ അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് അടിക്കണം. ഇപ്പൊ ഞാനിപ്പം ഒരു റൂക്കിയായിട്ട് ഞാൻ ഇറങ്ങി എന്റെ ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തന്നെ ഞാൻ അടിച്ചെന്ന് വെച്ചോ, അവിടെ ചിലപ്പോൾ എനിക്കൊരു 3 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഡിപ്പെൻഡ്സ് ഓൺ മാനുഫാക്ചറർ ആൻഡ് ദ ചാമ്പ്യൻഷിപ്പ്. പ്രൈസ് അങ്ങനെ ഫിക്സ്ഡ് അല്ല അത്. അടുത്ത സീസണിൽ ചിലപ്പോൾ കൂടാം, കുറയാം, മാറാം. അതൊക്കെ ആ ഓരോ സീസണിന്റെ നീ അതിന്റെ ഇത് സർക്കുലറൊക്കെ വെളിയിൽ വരുമ്പോൾ വായിച്ചു നോക്കിയിട്ടൊക്കെ വേണം ചെയ്യുന്നത്. പക്ഷെ അതാ ഞാൻ പൈസ നോക്കിയിട്ടല്ല ആരും ആ റേസിങ്ങിലോട്ട് പോകുന്നത്. അപ്പോൾ പൈസയും കാര്യങ്ങൾക്കും എല്ലാം തീരുമാനമായി. അപ്പോൾ ഇതിനകത്ത് എനിക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ റേസർ നിനക്ക് നല്ലൊരു റേസറായിട്ട് മാറാം. പക്ഷെ അതിൽ നിന്ന് ഉപജീവന മാർഗ്ഗം ഉണ്ടാക്കി ജീവിക്കണം എന്നുള്ളതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. കയ്യിലുള്ളതോടെ പോകുന്നുള്ളൂ. വേറെ ബിസിനസ് പ്ലാനും വേറെ എന്തെങ്കിലും പണി ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് നിന്റെ ഒരു പാഷനാണിത്, നിന്റെ ഒരു ഹോബിയാണിത്. പ്രാന്താന്നേ പറയത്തുള്ളൂ നാട്ടുകാർ. 2 ദിവസത്തേക്ക് 40,000 രൂപ കൊടുത്താൽ പോയേക്കുവാ ട്രാക്കിൽ വിട്ടാൽ എന്നാണ് പറയുന്നത് വീട്ടിലും നാട്ടിലും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഉണ്ടാക്കുന്ന പൈസ എനിക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. അത് ഞാനിപ്പോൾ വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് എനിക്കറിയാം അതൊരു നല്ല ഫൈനാൻഷ്യൽ ഡിസിഷൻ അല്ല. ഐ നോ ദാറ്റ്.
പക്ഷേ എന്നും പറഞ്ഞ് ഇപ്പം എനിക്ക് ഇതൊക്കെ ഇപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. 40-50 വയസ്സായി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും പൈസ ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ദേഹം അതിന് സപ്പോർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തീർന്നു. ഓക്കെ, അപ്പോൾ പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഒക്കെ കിട്ടി. ഇനി എനിക്ക് ഈ പറയുന്ന പോലെ പ്രോ സ്റ്റോക്ക് കാറ്റഗറിയിലേക്ക് പോകണമെങ്കിൽ ഇനി പ്രോ സ്റ്റോക്ക് കാറ്റഗറി പോകണം. നീ ഒരു വർഷം ഈ റെസ്ട്രിക്റ്റഡ് ലൈസൻസ് ഹോൾഡർ പിന്നെ ഒരു സ്റ്റോക്ക് ഏതെങ്കിലും ഓടിച്ചു കഴിഞ്ഞാൽ നിനക്ക് അടുത്ത വർഷം പ്രോ സ്റ്റോക്ക് ഈ പറയുന്ന 400cc കാറ്റഗറിയിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം പ്രോ സ്റ്റോക്ക് വരുമ്പോൾ ഈ GT ഒക്കെ 650cc കാറ്റഗറി അല്ലേ? അതപ്പോ 650cc കാറ്റഗറിയാ? അത് പ്രോ സ്റ്റോക്ക് അല്ലല്ല, അത് OMC ആണ്. വൺ മേക്ക് ചാമ്പ്യൻഷിപ്പ് ആണ്. അതും നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഡിഫറെന്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞത് നാഷണൽ അത് കുറച്ചും കൂടെ റിസ്കി അല്ലേ? എങ്ങനെ 650cc ഞാൻ ഓടിക്കുകയാണ്. എല്ലായിടത്തും റിസ്ക് ഉണ്ട്. R15 ഓടിച്ചാലും വീണാലും നിന്റെ തോളല്ലൊടിയും, 650 എന്ന് വീണാലും നിന്റെ തോളല്ലൊടിയും. അല്ല അത് പക്ഷേ R15 എന്ന് വെച്ചാൽ പക്ഷെ ചാൻസ് ഓഫ് ഫോൾ കൂടുതൽ GT-ലായിരിക്കും. പക്ഷെ അത് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ ദ സ്കിൽ ഓഫ് ദ റൈഡർ. അല്ല അവരപ്പോൾ അതനുസരിച്ച് നമ്മളെ പഠിപ്പിച്ച് സെറ്റാക്കി എടുക്കുമല്ലോ. പിന്നെ ബാക്കി നമ്മുടെ കയ്യിലാണ്. അത് ബൈക്കിൽ ഡിപ്പെൻഡഡ് അല്ല ഒരു കാര്യം. ഓടിക്കാൻ അറിയാവുന്ന ഒരു റൈഡർക്ക് ഏത് ബൈക്ക് കിട്ടിയാലും അവൻ നന്നായിട്ട് ഓടിക്കും, റേസ് ചെയ്യും. അത് ബൈക്ക് എന്നുള്ളൊരു സംഭവം അത് നീ പഠിച്ചു കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാവും. നിനക്ക് അതിൽ വലിയ കാര്യമില്ലെന്നുള്ളത്. ഓഫ് കോഴ്സ് അവിടെ ഹാൻഡ്ലിങ്ങിലും അതിൻ്റെ വേ ഓഫ് ബിഹേവിയറിങ്ങിലും എല്ലാം മാറ്റം വരും. പക്ഷെ ബേസിക്സ് ആർ ദ സെയിം. R15-ലും ബേസിക്സ് സെയിം ആണ്, GT-ലും ബേസിക്സ് സെയിം ആണ്. ആ വണ്ടി അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നത് മാത്രമേ ഡിഫറൻ്റ് ഉള്ളൂ. അതപ്പം ആസ് എ റൈഡർ നീ അതിനനുസരിച്ച് അഡാപ്റ്റ് ആവും. എക്സ്പീരിയൻസ് റൈഡേഴ്സ് അത് മാസ്റ്റർ ചെയ്തവരാണ്. അവർക്ക് ഏത് വണ്ടി ഓടിച്ചാലും അതിൻ്റെ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അനീഷും നവനീതും ഒക്കെ കയാനൊക്കെ GT-ൽ അത്ര കംഫർട്ടബിൾ ആയിട്ട് അവർ ആ സ്പീഡ്സ് ചെയ്യുന്നത്. കാണുമ്പോൾ നമുക്ക് പേടി തോന്നും. നമ്മൾ തന്നെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 60 പോയി ആ GT കോർണർ ചെയ്യുമ്പോൾ നമുക്ക് പേടി വരും. അവർ പക്ഷേ അത് ഇത്രയും കാലത്തെ റേസിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അവർക്ക് ആ വണ്ടി ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള സ്കില്ല് അവർ ഡെവലപ്ഡ് ആണ്. അവരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ തന്നെ അതുണ്ട്. മസിൽ അതിനനുസരിച്ച് ഫങ്ഷൻ ചെയ്യാറ്, മസിൽ മെമ്മറി ഉണ്ട്. അപ്പം അങ്ങനെയാണ് സാധനം. ഓക്കെ, സീറ്റ് ടൈം എത്രത്തോളം കൂടുതൽ കിട്ടുന്നോ അത്രത്തോളം നീ ബെറ്റർ ആയിക്കൊണ്ട് നീ ബെറ്റർ ആകാനോടെ ശ്രമിക്കണം. ഞാനെല്ലാം പഠിച്ചതെന്നും പറഞ്ഞാണ് നീ ഓടിക്കുക. അങ്ങനത്തെ ആളുകളുണ്ട്. ഞാനെല്ലാം പഠിച്ചു, ഞാൻ നല്ല ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാന്ന് പറഞ്ഞിട്ട് മിസ്റ്റേക്സ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇത് നീ മിസ്റ്റേക്സിൽ നിന്ന് ഇപ്പം നീ ഒരു മിസ്റ്റേക്ക് ചെയ്തു, ആസ് എ കോച്ച് ഞാനത് കണ്ടിട്ട് നിന്നോട് പറഞ്ഞു നീ അവിടെ മിസ്റ്റേക്കാണ് ചെയ്യുന്നത്, നീ അതിങ്ങനല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് നീ കേട്ട് അക്സെപ്റ്റ് ചെയ്ത് നീ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം. എന്നാൽ മാത്രമേ നെക്സ്റ്റ് ടൈം നീ ആ മിസ്റ്റേക്ക് തിരുത്തിക്കൊണ്ട് ഇമ്പ്രൂവ് ആയിട്ട് ഓടിക്കുള്ളൂ. പക്ഷെ ചിലർക്ക് ഇത് മനസ്സിലാകാത്തവരുണ്ട്. അവർ ഓക്കെ ഞാൻ നല്ലതായിട്ട് തന്നെ ഓടിക്കുന്ന ഓടിക്കും, പക്ഷെ അവർ ഇമ്പ്രൂവ് ആവത്തില്ല. അവർ അവിടെ തന്നെ ട്രാപ്ഡ് ആയിട്ട് കിടക്കും. അവർ ആക്സിഡന്റ്, അവർക്ക് ക്രാഷ് ഉണ്ടാവും. ആസ് എ റേസർ ദേ വോണ്ട് ഇമ്പ്രൂവ്. എപ്പോഴും നീ പുതിയ കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കി അതിനുള്ളൊരു മനസ്സോടെ കാണാം. അത് ഒരുപാട് എനിക്ക് ഈ ഫീൽഡിൽ കിട്ടും. ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഈ കിട്ടിയ ബേസിക് ട്രെയിനിങ്ങിനെക്കാളിലും എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത് ഈ റേസ് എക്സ്പീരിയൻസ് ആണ്. കാരണം അതൊരു ബേസ് സാധനം നിനക്ക് എനിക്കെല്ലാം ഒരുപാട് കിട്ടും. പക്ഷെ ഞാൻ റേസ് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എന്താ, എനിക്ക് അവിടെ കൂടെ റേസ് ചെയ്ത ആളുകളുടെ ഇപ്പോൾ ഒരു കോർണർ വരുമ്പോൾ എനിക്ക് ശരിയാണ്, ഞാൻ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്. എനിക്ക് അപ്പോൾ അവരതിനുള്ള ടെക്നിക്ക് അവർ യൂസ് ചെയ്യുന്ന പറഞ്ഞു തരും. നീ അത് പരീക്ഷിച്ച് നോക്കുക. ചിലപ്പോൾ നിനക്കത് വർക്കൗട്ടാവും, ചിലപ്പോൾ നിനക്കത് വർക്കൗട്ട് ആവില്ല. ചിലപ്പോൾ നീ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിന്റേതായിട്ടുള്ള ഒരു രീതി ചിലപ്പോൾ അവിടെ ഡിറൈവ് ചെയ്യും. ടോട്ടലി അത് ആ ഒരു റൈഡറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഇങ്ങനെ ചെയ്യാവൂ എന്നില്ല, പക്ഷെ ഒരു ബേസ് ഉണ്ട് എല്ലാത്തിനും. അതായത് മറ്റോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ പറയുന്നത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത്, ഓഫ് കോഴ്സ് നീ അവരുടെ ആ ഒരു സീനിയോറിറ്റി നീ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. അവർ ഇത്രയും വർഷമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പം പ്രായമുള്ളവരാണല്ലോ, അത്യാവശ്യം അച്ചീവ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണല്ലോ, അവർ പക്ഷെ ഭയങ്കര ഹംബിൾ ആയിട്ടുള്ള ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് നമ്മളെക്കാളും ഫൈനാൻഷ്യലി ലൈക്ക് സോഷ്യൽ പരമായിട്ട് എല്ലാം ഭയങ്കര സെറ്റിൽ ആയിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ ആ ട്രാക്കിൽ വരുമ്പോഴത്തേക്ക് അവര് ഒരു കിഡായിട്ടും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു റെസ്പെക്ട് ആയിട്ട് നമുക്ക് വരും. എനിക്കെന്നല്ല, ലൈക്ക് ഇവൻ എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അത്രയും വേണ്ട, പക്ഷെ അവർ ആ റെസ്പെക്റ്റിലാണ്. കാരണം അവരവിടെ നോക്കുന്ന ആ എക്സ്പീരിയൻസ് ആണ്. അവിടെ ഏജോ അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നു എന്നുള്ളതോ നിന്റെ പൈസ ഉണ്ട് അതൊന്നും അല്ല മാറ്റേഴ്സ്. അവിടെ എക്സ്പീരിയൻസ് ആണ്. എന്നെക്കാളും എക്സ്പീരിയൻസ്ഡ് ആണ് നീ. സോ ഞാനത് റെസ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ എനിക്ക് നിന്റെ എന്തെങ്കിലും കിട്ടുള്ളൂ, പകർന്ന് കിട്ടത്തുള്ളൂ. അത് പിന്നെ ലൈക്ക് ഇപ്പൊ പ്രോ റേസേഴ്സ് ഒന്നും അങ്ങനെ എല്ലാ ടെക്നിക്കും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കത്തൊന്നുമില്ല. പിന്നല്ലാണ്ട് അവർക്ക് അവര് അത്രയും വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അത് പെയ്ഡ് ആയിട്ട് ചിലപ്പോൾ ചെയ്യുന്നവരുണ്ട്, P2P ട്രെയിനിങ് നടത്തുന്നവരുണ്ട്, പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ അവർക്ക് നീ അവരുടെ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിന്നെ റേസ് ക്രാഫ്റ്റ് പഠിപ്പിക്കും. അങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ അറ്റം വരെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി എനിക്ക് സ്റ്റിൽ ഞാൻ ചോദിക്കുകയാണ്, മോട്ടോ GPക്കകത്ത് എനിക്ക് ചാൻസസ് ഉണ്ടോ പോകാൻ? നിനക്കില്ല. നിന്റെ മോട്ടോ GP ആഗ്രഹങ്ങളെ നീ അങ്ങ് മാറ്റി വെച്ചു. കാരണം നമ്മൾ ഇത്രയും വയസ്സായി. ഇനി അല്ല ഞാൻ പറഞ്ഞ ചെറുപ്പം തൊട്ടുള്ള പിള്ളേരെ ഇനിയും അവർക്ക് സ്കോപ്പ് കൂടുതലാണ്. പക്ഷെ നീ ആയിട്ടില്ല, ഉറപ്പായിട്ടില്ല, എത്തും എന്നുള്ളൊരു സാധനം ആയിട്ടില്ല. നീ നിന്റെ മാക്സ് കൊടുത്തെന്ന് പറഞ്ഞാൽ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നില്ല നിന്നെ. അപ്പോൾ ഇവിടുത്തെ മാക്സ് എന്ന് പറയുമ്പോൾ ഏഷ്യ റോഡ് റേസിംഗ് ഒക്കെ അതാണ്. അതിനും മുകളിലോട്ടൊന്നും ആരും GP ലെവലോ മോട്ടോ GP വിട്, മോട്ടോ 3ഓ മോട്ടോ 2ഓ പോലും പോകാൻ പറ്റും. അതൊക്കെ
ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഓവറോൾ ഇതാണ് ഒരു റേസിംഗ് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. ഇതാണെന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല. എനിക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് സ്ക്രാച്ച് ഒരു ഐഡിയ കിട്ടിക്കാണും. നിങ്ങളിപ്പോൾ തുടങ്ങാനാണെങ്കിൽ എവിടെ തൊട്ട് തുടങ്ങണം, എങ്ങനെ വരെ നിങ്ങൾ എത്തും എന്നുള്ളത്. ഇല്ല, എങ്ങനെ വരെ എത്തും എന്നുള്ളതിൽ ഞാൻ അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറയുന്നില്ല. ഇതൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് അവസ്ഥ. അങ്ങനെ ഒരു എൻഡ് ഇതാണ് സംഭവം അങ്ങനല്ല, ഇതാണ് എക്സ്പീരിയൻസ്. എല്ലാവർക്കും പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ഇതൊക്കെ തന്നെയാണ് സംഭവം. എല്ലാവരുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുന്നത്. ഈ ഒരു കാറ്റഗറിയിൽ ഇങ്ങനെ കയറി ഇറങ്ങി നോക്കുവാണെങ്കിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവർക്കൊന്നും പറഞ്ഞു കൊടുക്കാനില്ല. നല്ല എക്സ്പെൻസീവ് ഉള്ള സംഭവമാണ്. നല്ല രീതിയിൽ എന്നെക്കാളും ഇതിനെപ്പറ്റി അധികാരമായിട്ട് പറയാനായിട്ട് അർഹതയുള്ള ഒരുപാട് പേരുണ്ട്. അവരൊന്നും അതിന് മെനക്കെടാറില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പോലെ ഇപ്പം അനീഷ് കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ പുള്ളി എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്ത് കാണും? ഗിയേഴ്സിൽ തന്നെ പറഞ്ഞു. പുള്ളിയൊക്കെ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് 1.5 ലക്ഷം രൂപയുടെ ഗിയറും ജാക്കറ്റ് 1.5 ലക്ഷം രൂപയുടെ 70,000 80,000 ബൂട്ട്, 40,000 50,000 ഹെൽമെറ്റ്, ഗ്ലൗസ് തന്നെ 25,000 രൂപയുടെ സാധനം. ഓക്കെ. ഞാൻ പിന്നെ പറഞ്ഞല്ലോ പുള്ളിയുടെ വണ്ടി ബിൽഡ് ചെയ്തതിൻ്റെ പ്രോ സ്റ്റോക്കിൻ്റെ പുള്ളിയുടെ വണ്ടി 25 ലക്ഷം രൂപയുടെ RC390 ആണ് പുള്ളിയുടേത്. 25 lakhs ഫോർ ആൻ RC390. ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് 10R അല്ലെങ്കിൽ മറ്റേ ഡുഗാട്ടി വാങ്ങിക്കാം. സത്യം, പുതിയൊരു ഡുഗാട്ടി വാങ്ങിക്കാം. ആ പൈസക്കാണ് 400cc ബിൽഡ് ചെയ്തേക്കാണ്. അതുപോലെയാണ് എല്ലാം RS-ന്റെ വണ്ടി ആണെന്നുണ്ടെങ്കിൽ എല്ലാം അവർ അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. സോ റേസിംഗ് കരിയർ ബിൽഡ് ചെയ്യുന്നവരൊക്കെ ബിൽഡ് ചെയ്യുക. താങ്ക് യു.